hello and welcome to IAS Factors Hindu newspaper analysis. In December 13th വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെയിലി എഡിഷൻ ആണ് നോക്കുന്നത്. So let's go into the important content and before that നമ്മുടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കുറെ മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാ വീക്കിലും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ലൈവ് ക്ലാസ് ഉണ്ട്. അതേപോലെ CSAT-ന്റെ 2025 വേണ്ടിയുള്ള ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. സോ മീൻവൈൽ അതേപോലെ തന്നെ 25ന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട്, 26 ബാച്ചിൽ എഴുതുന്നവർക്കുള്ള ക്ലാസ്സസ് ഉണ്ട്. സോ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ റാൻഡംലി താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതിലുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇറ്റ്സ് മച്ച് മോർ ഈസി. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്യുന്ന ഒരു വാർത്തയാണ് ഗുകേഷ്. ഗുകേഷ്, the 18-year-old from Chennai beats Ding Liren. ഗുകേഷ് ഇസ് ദ സ്റ്റാർ. ചെസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം പണ്ടൊരു കാലത്ത് നമ്മൾ പ്രജ്ഞാനന്ദനെ കുറിച്ചിട്ട് പ്രാഗ്, വളരെ ഫേമസ് ആയിട്ടുള്ള പ്രജ്ഞാനന്ദ പ്രാഗ് എന്ന് വിളിക്കുന്ന ആളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഉള്ള പോലെ ഇപ്പൊ ഗുകേഷ് ആണ് യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ. അപ്പൊ എല്ലാരും അങ്ങനത്തെ ഒരുപാട് ആർട്ടിക്കിൾസ് അയാളെ കുറിച്ച് വരുന്നുണ്ട്. സോ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവാം. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ഈസ് യൂണിയൻ അപ്രൂവ്സ് ബിൽ ഓൺ സൈമിൾട്ടേനിയസ് പോൾ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ തന്നെയാണ്. കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം സൈമിൾട്ടേനിയസ് പോൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും ഇന്ത്യയിൽ ഒറ്റ എലക്ഷൻ പോരെ, വാട്ട് ഈസ് ദ നീഡ് ഫോർ അതർ എലക്ഷൻസ്? കാരണം നമ്മൾ ഈ ഒരുപാട് ഇലക്ഷൻ കമ്മീഷനും എല്ലാവരും ഇത് ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ പഴയ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ ഒരു പാനലും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ഒറ്റ എലക്ഷൻ പോരെ, നമ്മളിങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ ഏതെങ്കിലും മാസം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷനോ എന്തെങ്കിലുമൊക്കെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കും. സോ മൊത്തത്തിൽ ഇലക്ഷൻ കമ്മീഷനും അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസിനും ഭയങ്കരമായ പ്രഷർ ഉണ്ട്. സോ ദേ ആർ മാൻഡേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക്, ലോട്ട് ഓഫ് മണി, ലോട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക് സപ്പോർട്ട്. അപ്പൊ ഈ ഓരോ പ്രാവശ്യം ഇലക്ഷനെക്കാട്ടും നല്ലത് ഇവർ പറയുന്നത് എല്ലാം കൂടെ ഒറ്റ ഇലക്ഷൻ പോലെ. ഇപ്പൊ ലോക്സഭ, സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ, അതേപോലെ സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ, അതേപോലെ താഴെ പഞ്ചായത്ത് ലെവലിലും മുനിസിപ്പൽ ലെവലിലുള്ള ഇലക്ഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന ഉദ്ദേശം അത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് താഴേക്കുള്ള ഇലക്ഷൻ, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് നടത്തി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ആയി കൃത്യമായിട്ട് ഇത്ര വർഷം ഇത് പോയിക്കോളും ചെയ്യും. ഇലക്ഷൻ എല്ലാം കൂടെ ഒറ്റ തവണ ഇലക്ഷൻ കമ്മീഷനും മറ്റ് സ്റ്റേറ്റ് മെഷീനറീസും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസും എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ സജഷൻ ഓൺ ദാറ്റ്? ശരിക്കും ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ഇത് വർക്ക്ഔട്ട് ആവോ? ഇതൊരു വലിയ ഡിബേറ്റും കൂടാണ്. രാംനാഥ് കോവിന്ദ്, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇതിന്റെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയും കൂടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ക്യാബിനറ്റ് ഈ അടുത്ത് അപ്രൂവ്സ് ബിൽസ്. ഈ ബില്ല് നമുക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ. പക്ഷെ അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ പോർഷൻ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട് തൽക്കാലം. ഇത് താഴേക്കുള്ള, അതായത് ലോക്സഭ ഇലക്ഷനും സ്റ്റേറ്റ് ഇലക്ഷനും മാത്രം മതി. അർബൻ ലോക്കൽ ബോഡീസും പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ആ ഇലക്ഷൻസിനെ തൽക്കാലം ഇതിനകത്തേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ലോക്സഭയുടെ സ്റ്റേറ്റ് അസംബ്ലി ഒരുമിച്ച് ഇലക്ഷൻ കൊണ്ടുവരാം എന്നൊരു തീരുമാനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും നല്ലതാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു ബില്ല് വരുമ്പോൾ തന്നെ വിന്റർ ബില്ലാണ്. ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് യൂണിയൻ ടെറിട്ടറീസും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും എല്ലാം ഇതിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ഇതിന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് വെസ്റ്റ് ബംഗാളും പറയുന്നുണ്ട് ദിസ് ഇസ് an attack on democracy and attack on federalism. So the whole bill is diverted for attacking federalism of this country. അങ്ങനെ ഇത് പ്രധാനമായിട്ട് സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വർഷം ഇന്ന വർഷം തൊട്ട് എല്ലാ ഇലക്ഷനും ഒരുമിച്ച് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മന്ത്രിസഭകള് ഇപ്പൊ എലക്ട് ചെയ്ത്, ഇപ്പൊ ഉദാഹരണത്തിന് ജാർഖണ്ഡ് ഇപ്പൊ മന്ത്രിസഭയോടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ ഇലക്ഷൻ നടന്നിട്ടുണ്ടല്ലോ, മഹാരാഷ്ട്ര, ഇവരൊക്കെ ഫോം ചെയ്തു. നമ്മൾ പറയുകയാണ് 2026 നമുക്ക് ഇനി മുതൽ കോമൺ ഇലക്ഷൻ, എല്ലാം കൂടെ കോമൺ ഇലക്ഷൻ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ആകെ ടേം കുറവായി പോവില്ലേ? ഇവർക്ക് ഇപ്പൊ സെലക്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇവർ ജയിക്കണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ സ്റ്റേറ്റുകൾക്ക് ഭയങ്കര പേടിയുണ്ട്. ഇങ്ങനെ ഒരു ഇലക്ഷൻ വന്നാൽ അവര് കാലാവധി തികയ്ക്കുന്നതിന് മുന്നേ തന്നെ ഔട്ടായി പോകും, അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നൊരു ചോദ്യമുണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തൽക്കാലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാംനാഥ് കോവിന്ദിന്റെ ഇതിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ലോക്കൽ ബോഡി പോൾസ്,
this is talking about the local body polls. So 1 second, let me get my pen again. അപ്പോൾ ഇത് പറയുന്ന ഒരു കാര്യം ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. So know about this thing. And അതേപോലെ തന്നെ ആർട്ടിക്കിൾ 324A ബട്ട് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ദി അസംബ്ലീസ്, ഇത് വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണോ വേണ്ടേ എന്നുള്ളതും വലിയൊരു ഡിസ്കഷനാണ്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഇലക്ഷൻ പ്രോസസ് വരാൻ പോകുന്നുള്ള വലിയൊരു ചർച്ചയുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ആൻഡ് കശ്മീരിലെ ബാരാമുള്ളയിലുള്ള സ്ഥലമാണ്, ഇപ്പൊ വിന്റർ സമയത്താണല്ലോ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അല്ലേ, സ്നോ കവേർഡ് ആയിട്ട് നിൽക്കുന്ന കശ്മീരിന്റെ ആ ഒരു ബ്യൂട്ടി ഉണ്ട്. ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് ഇന്ത്യയിൽ. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ റിഗാർഡിംഗ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇതിനെ കുറിച്ച് വാർത്തകളുണ്ട്. സോ ലെറ്റ് മീ അപെക്സ് കോർട്ട് ഫ്രീസസ് സൂട്ട്സ്, ഇതാണ് പ്രധാന വാർത്ത. ഓൾറെഡി നമുക്കറിയാം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ ഇന്ത്യയിലുള്ള കുറെ പള്ളികളുണ്ട്. ഷാഹി ഈദ്ഗാഹ് മോസ്ക്, അതേപോലെ ഗ്യാൻവ്യാപി മോസ്ക്, സംഭാൽ മോസ്ക്, അജ്മീർ ദർഗ, ഈ പറയുന്ന എല്ലാം പള്ളികളും മോസ്കുകളും പണ്ട് അമ്പലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുഗൾ സമയത്ത് അമ്പലങ്ങൾ പൊളിച്ചിട്ടാണ് ഇത് പള്ളിയാക്കിയത്. അതുകൊണ്ട് ഇത് തിരിച്ച് അമ്പലമാക്കണം, അല്ലെങ്കിൽ അമ്പലത്തിനുള്ള റൈറ്റും കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇങ്ങനെ പക്ഷെ ഇത് നടത്താൻ പറ്റൂല എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓഗസ്റ്റ് 15 1947 ആണ് ഇതിന്റെ കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ. ഈ ദിവസം ഇത് എന്താണോ അത് അങ്ങനെ ആയിരിക്കും എന്നാണ് ഇപ്പൊ പറയുന്നത്. അത് പള്ളിയാണെങ്കിൽ ഇതിപ്പോഴും പള്ളിയാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കണ്ടന്റ്. സുപ്രീം കോർട്ട് ഹാസ് ഡയറക്റ്റഡ് ദ ലോക്കൽ കോർട്ട്സ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോണ്ടന്റ് ടു ബി നോട്ടഡ് ഹിയർ. The Supreme Court has directed the local courts. കാരണം ഇവിടെ നിന്ന് നമുക്ക് മഥുരയാണെങ്കിലും കാശിയാണെങ്കിലും സാംഭാലാണെങ്കിലും അജ്മീർ എവിടെയാണെങ്കിലും അവിടെയുള്ള രണ്ട് വിഭാഗം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഒരു ഹിന്ദു ഗ്രൂപ്പാണ്, ഇതൊരു മുസ്ലിം ഓർഗനൈസേഷൻ ആണ്, മുസ്ലിം ഗ്രൂപ്പാണ്. അപ്പൊ ഓബിയസ്ലി ഹിന്ദു ഗ്രൂപ്പാണ് ലോക്കൽ കോടതിയിൽ പോയി പരാതി പറയുന്നത്, ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ മുസ്ലിം ഗ്രൂപ്പ് ഓൾറെഡി ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ലോക്കൽ കോടതികൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഈ കേസ് അംഗീകരിക്കുന്ന മാത്രമല്ല, they take the case, they take the suit and they give interim orders പാസ് ചെയ്യും. ഇവിടെ സർവേ നടത്തണം, അല്ലെങ്കിൽ ഇത് പള്ളിയാണോ അമ്പലമാണോ നമുക്ക് നോക്കണമെങ്കിൽ സർവേ നടത്തണം. ആ സർവേക്കുള്ള ഓർഡറുകൾ ലോക്കൽ കോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഈ പള്ളിയുടെ കുറെ ഭാഗങ്ങൾ തല്ലിപ്പൊളിക്കും, ഇവിടെയൊക്കെ കുത്തിപ്പൊളിക്കും. എന്താന്ന് വെച്ചാൽ എക്സ്കവേഷന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ കുത്തിപ്പൊളിക്കുമ്പോൾ ആ മോണുമെന്റ്, ആ സ്ഥലം ഇല്ലാണ്ടാവുകയാണ്. സോ സുപ്രീം കോടതി പറയുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ ഇനി ലോക്കൽ കോടതികൾ ആര് കേസ് കൊടുത്താലും പെറ്റീഷൻ കൊടുത്താലും ഡു നോട്ട് എന്റർടൈൻ ദാറ്റ്. യു ആർ ബാർഡ് ഇൻ ദ സെൻസ് ബാർ ചെയ്തിരിക്കുകയാണ് നിങ്ങളെ, നിങ്ങൾക്ക് ഇനി വിധി പറയേണ്ട. കാരണം ഓൾറെഡി സുപ്രീം കോടതി ഇതിനെ കുറിച്ച് വിധി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ലോക്കൽ കോടതികൾ ഇനി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ കീഴിൽ വരുന്ന ഒരു കേസുകളും ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. They are actually barred civil court from registering fresh suit or passing orders in pending cases. ഇനി ഈ കേസിൽ ലോക്കൽ കോടതികൾ അവിടുത്തെ ലോക്കൽ കോർട്ട്സ് ഇടപെടണ്ട എന്നുള്ള പ്രധാന വാർത്തയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സംതിങ് ഫ്രം എൻവയോൺമെന്റൽ ബയോഡൈവേഴ്സിറ്റി. നമുക്ക് ടൈഗർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ ടൈഗർ എന്ന് പറയുമ്പോൾ തന്നെ UPSCയുടെ ഫേവറേറ്റ് ഏരിയയും കൂടാണ് ടൈഗർ. സോ ഹാവ് സം ഇൻഫർമേഷൻ. ഇതെന്ന് പറയുന്നത് 3 വയസ്സായ ഒരു ടൈഗർ ആണ്, സീനത്ത് എന്ന് പറയുന്ന ടൈഗർ ആണ്. ഇതിൽ നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ്, നമുക്ക് UPSCക്ക് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ. വാട്ട് ഈസ് മഹാരാഷ്ട്രയുടെ ടൈഗർ റിസർവിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ വാട്ട് ഈസ് മഹാരാഷ്ട്രയുടെ ടൈഗർ റിസർവ് എന്നാണ് ഇത് വരുന്നത്. സോ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം തഡോബ അന്ധേരി ടൈഗർ റിസർവ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം തഡോബ അന്ധേരി ടൈഗർ റിസർവ് എന്നാണ് ഇത് വരുന്നത്. സോ അങ്ങനെ ടൈഗർ റിസർവ് ഉണ്ട് മഹാരാഷ്ട്രയിൽ. തഡോബ അന്ധേരി ടൈഗർ റിസർവിൽ നിന്നും ഒറീസയുടെ സിമിലിപ്പാൾ ടൈഗർ റിസർവിലേക്കാണ് ഇതിനെ കൊണ്ടുവന്നത്, ഈ ടൈഗറിനെ കൊണ്ടുവന്നത്. സോ ഇവിടെ ഇതിനെ ആദ്യം മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നു, ഇതിനെ ഒറീസയിലെ സിമിലിപ്പാൾ ടൈഗർ റിസർവിൽ കൊണ്ടുവിട്ടു, ഒഡീസയിൽ കൊണ്ടുവിട്ടു. ഇത് അവിടെ നിന്ന് പതുക്കെ ബംഗാളിലേക്ക് കടന്നു, അല്ല ജാർഖണ്ഡിലേക്ക് പോയി. ഈ ടൈഗർ ജാർഖണ്ഡിലേക്ക് പോയി. അവിടെ ഒരുപാട് ആൾക്കാർക്ക് ലൈഫിനും ഇതൊക്കെ ഭീഷണി വന്നിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ ജാർഖണ്ഡിലേക്ക് പോയി. സോ ഇത്രയാണ് ഇത് പറയുന്നത്. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് ടൈഗേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇവിടെ ജാർഖണ്ഡില് ഇത് അതിന്റെ ഈ സീനത്ത് എന്ന് പറയുന്ന ടൈഗർ അതിന്റെ അതിർത്തി തിരിച്ചിട്ടുണ്ട്. ക്രിയേറ്റഡ് ഇറ്റ്സ് ഓൺ ബോർഡർ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം കഴിഞ്ഞ പ്രാവശ്യം ലയണിനെ കുറിച്ചിട്ട് സിവിൽ സർവീസ് പ്രിലിംസിൽ ചോദിച്ച പോലെ ടൈഗേഴ്സ് ആണ്, നിങ്ങൾ ഒന്നുമില്ലെങ്കിലും മറ്റേ
പുലിമുരുകൻ സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ഇതിൽ പറയുന്നില്ല എല്ലാ വരപ്പുലികൾക്കും അതിൻ്റെതായ ഒരു അതിർത്തിയുണ്ട്, ആ അതിർത്തിയിൽ വേറെ വേറെ ടൈഗറോ വരില്ല എക്സെപ്റ്റ് ഇൻ ദ കേസസ് ഓഫ് ബ്രീഡിങ് ഓർ മീറ്റിംഗ്, അല്ലാതെ ഇത് വരാറില്ല. അപ്പൊ അതിൻ്റെതായ ടെറിട്ടറി തിരിക്കാറുണ്ട്. അത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സീനത്തിന്റെ മൂവ്മെന്റ് അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ടൈഗേഴ്സിന് വേണ്ടി വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. ടൈഗേഴ്സ് എല്ലാം റേഡിയോ കോളേഴ്സ് ഉണ്ട് ഇതിന്. ടൈഗേഴ്സിന്റെ എല്ലാം കഴുത്തിൽ റേഡിയോ കോളർ മാത്രമല്ല VHF ടെക്നോളജി സിഗ്നൽസ് വിടാൻ പറ്റുന്ന കപ്പാസിറ്റിയും കൂടെ ഉണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട്, ഇതിൽ പറയുന്നുണ്ട് VHF സിഗ്നൽസ് കണ്ടോ, എമിറ്റിംഗ് VHF സിഗ്നൽസ് റേഡിയോ കോളർ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ വൈൽഡ് ലൈഫ് ആനിമൽസിനെ ഇത് കാണിക്കുന്നുണ്ട്. സോ റിമെമ്പർ ദിസ്, ടഡോബ അന്ധേരി ടൈഗർ റിസർവ് മഹാരാഷ്ട്ര. മാച്ച് ദ ഫോളോയിങ് ടൈഗർ റിസർവിനെ കുറിച്ച് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പറയുന്നത്. നമുക്ക് ടൈഗർ റിസർവ്സിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവും ഇന്ത്യയിലെ ടൈഗർ റിസർവ്സ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഡൽഹി എഡിഷൻ. നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റേറ്റിന്റെ വാർത്തകൾ നോക്കുമ്പോൾ ആദ്യം വന്നിരിക്കുന്നത് പരസ്യങ്ങൾ. ഇന്ന് ഒരുപാട് പരസ്യങ്ങളുണ്ട്, ഫുൾ പരസ്യമാണ്. അപ്പൊ ഇതിൽ കാണേണ്ടത് ഡൽഹി ഗവൺമെന്റ് റോൾസ് ഔട്ട് പ്ലാൻ ടു ഗിവ് 2100 rupees ടു മന്ത്ലി എയ്ഡ് ഫോർ വിമൻ. ഇത്തരം സ്കീമുകൾ വരുമ്പോൾ നമ്മൾ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഇത് പകുതി നല്ല കാര്യമല്ല. ശരിക്കും സ്ത്രീകൾക്ക് നല്ല കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും ഗവൺമെന്റ്, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും ഗവൺമെന്റ് ഫണ്ട് അയക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് 2200 രൂപ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഡൽഹി ഗവൺമെന്റ് മാത്രമല്ല, മുംബൈ ഗവൺമെന്റും മഹാരാഷ്ട്ര ഗവൺമെന്റും ചെയ്തില്ലേ ലഡ്കി ബഹൻ യോജന എന്ന് പറഞ്ഞിട്ട് ഏകദേശം 2000 രൂപ മാസം അക്കൗണ്ടിൽ ഇടുന്നില്ലേ? പക്ഷെ ഇത് ഇടുമ്പോൾ സ്ത്രീകൾക്ക് നല്ല അക്കൗണ്ടിൽ പൈസ കിട്ടുന്ന നല്ല കാര്യം. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് വെൽഫെയർ. എല്ലാവർക്കും നല്ല പൈസ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ട്രീറ്റഡ് ആസ് എ മെഷർ ഓഫ് വെൽഫെയർ. ബട്ട് ലുക്ക് അറ്റ് ദി എക്കണോമിക്സ് ആംഗിൾ. നമ്മൾ ഇതിന്റെ എക്കണോമിക്സ് ആംഗിൾ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആസ് ആൻ ആസ്പിരന്റ് യു ഷുഡ് ബി നോയിങ്. ഒപ്പോസിഷൻ പറയുന്നത് ഇതെല്ലാം വെറുതെ വോട്ടിന് വേണ്ടിയും ഇലക്ഷൻ സമയത്തും ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ എക്കണോമിക്സ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, എല്ലാ മാസവും ഏകദേശം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിന് ബെനിഫിഷ്യറി ആകാൻ പോകുന്നത്. ഏകദേശം ഒരു മാസം തന്നെ 2000 കോടി രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഒരു വർഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഏകദേശം 24,000. ഒന്ന് ആലോചിച്ചു എത്ര കോടി രൂപയാണെന്നല്ലേ സ്പെൻഡ് ചെയ്യുന്നത്. 2000 rupees ആണ്, 2000 crore ആണ് ഒരു മാസം. 12 മാസം കഴിയുമ്പോൾ ആലോചിച്ചു 125,000 കോടി രൂപയായി. അപ്പൊ ഇത്രയും പൈസ നമ്മുടെ സ്റ്റേറ്റിന് വലിയൊരു എക്കണോമിക് ബേർഡൻ അല്ലേ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. സംഭവം വെൽഫെയർ നല്ല ആശയമാണ്. ബട്ട് ഡു യു തിങ്ക് ദ സ്റ്റേറ്റ് ഹാസ് ദ കപ്പാസിറ്റി? ഈ സ്റ്റേറ്റിന് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതും കൂടെ അനലൈസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ പൈസ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദേ ആർ ഓൾ DBT. എന്താണ് DBT എന്ന് ഉദ്ദേശിക്കുന്നത്? ദേ ആർ ഓൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. പക്ഷേ ഇസ് ഇറ്റ് ബെനിഫിറ്റിംഗ്? അതിനുള്ള ഫിനാൻസ് സ്റ്റേറ്റിന് ഇല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് വലിയൊരു ബേർഡൻ ആണ് എടുക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ. നെക്സ്റ്റ് ഇസ് അതേപോലെ മഹാകുംഭമേളയുടെ ഫെസിലിറ്റീസും പ്ലാനിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാഗ്രാജിലെ ദേ ആർ ടേക്കിംഗ് എ ഹ്യൂജ് തിങ്. എത്ര കോടി ജനങ്ങളാണെന്ന് പറയും. 12 വർഷം കൂടുമ്പോഴാണ് ഈ മഹാകുംഭമേള വരുന്നത്. ഞാൻ ഓൾറെഡി കുറെ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നദികളിലാണ് ഇപ്പൊ ഒന്ന് പ്രയാഗ്രാജ്, പഴയ അലഹാബാദ്, ഗംഗ യമുന സരസ്വതി കോൺഫ്ലുവൻസ് ആണ്. ഹരിദ്വാറിൽ ഗംഗ, അതേപോലെ നാഷിക് നദിയിലും പറയുന്നുണ്ട്, നാഷിക് നദിയിൽ ഗോദാവരി, അതേപോലെ ഉജ്ജയിനിലും പറയുന്നുണ്ട്. ഉജ്ജയിനിലും മഹാകുംഭമേള നടക്കും. ഉജ്ജയിനിൽ ക്ഷിപ്ര റിവർ ആണ്. അപ്പോൾ ഓരോ 12 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇത്രയും കോടി ആൾക്കാർ വരുമ്പോൾ അത്രയും വലിയ പ്ലാനിംഗ് ആണ് ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. സോ കൈൻഡ്ലി റിമെമ്പർ ദാറ്റ് തിങ് ഓൾസോ. പിന്നെ ഒരു കുട്ടി ബോർവെല്ലിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കൺസേൺ ആയിരുന്നു. 150ഓളം അടിയുള്ള ബോർവെല്ലിൽ വീണ് ആ കുട്ടീനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല, ഹി ഈസ് ഡെഡ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു വാർത്ത, CAG റിപ്പോർട്ട് ഫ്ലാഗ്സ് വയലേഷൻ ലാപ്സസ് ഇൻ എൻഫോഴ്സ്മെന്റ് ഓഫ് CRZ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കഥയൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഇതിൽ പറയുന്ന കഥ? നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഒരു സ്റ്റേറ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് കണ്ടോ, ഇതിൽ തന്നെ കോസ്റ്റൽ ഏരിയ ആണ്. എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഇന്ത്യൻ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും നമുക്ക് കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്, അല്ലെ, കടൽ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഇത്രയും സ്റ്റേറ്റിലുള്ള പ്രധാനപ്പെട്ട കടൽ തീരങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസും അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കുറെ കടൽ തീരങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ, ഒരുപാട് തീരങ്ങളുണ്ടെന്ന് വിചാരിക്കുക. സോ ഈ കോസ്റ്റൽ റീജിയൻസ് എല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആവണം.
അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന ഡെവലപ്മെന്റ്സ് എല്ലാം അതിൻ്റെതായ ഒരു നിയമമുണ്ട് അവർക്ക്. അതാണ് ഈ CRZ എന്ന് പറയുന്നത്. ഈ CRZ എന്ന് പറയുന്നത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്നാണ്. അപ്പൊ അതായത് സ്റ്റേറ്റിന് അതായത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഡെവലപ്മെന്റ്, ഇവിടെ കൊണ്ടുവരുന്ന ബിൽഡിംഗ്, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഒക്കെ അതിൻ്റെതായ ഒരു പ്രൊട്ടക്റ്റഡ് രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ആ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, കടലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്കോസിസ്റ്റത്തിന് ഒരു ഡാമേജും വരാൻ പാടില്ല. അപ്പൊ ഇതാണ് കാര്യം. ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഏജൻസിയും കൂടാണ് CAG എന്ന് പറയുന്നത്. നിങ്ങൾ IAS ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറാൻ പറ്റും. CAG റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ തമിഴ്നാടിന്റെ കേസസിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കോസ്റ്റൽ റെഗുലേഷൻ സോൺ അനുസരിച്ചിട്ട് തമിഴ്നാട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവരിതൊന്നും ചെയ്യുന്നില്ലെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ എല്ലാം ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണ്. പല സ്ഥലത്തും ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ എന്നൊരു സംഭവമുണ്ട്. ഇറ്റ്സ് കോൾഡ് കോസ്റ്റൽ റെഗുലേഷൻ കോസ്റ്റൽ റെഗുലേഷൻ മാനേജ്മെന്റ് പ്ലാൻ ആണ്, CRMP മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്. ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ കൃത്യമായിട്ടൊരു മാപ്പ് ഉണ്ട്. ഇതിനായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമങ്ങളും പാലിക്കുന്നില്ല. മറിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ ഏജൻസീസിനൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണത് ഇതൊക്കെ നോക്കി നടത്താൻ. അപ്പോൾ ഇത് വലിയൊരു ഡയറിംഗ് റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ കണ്ടോ, കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദി തമിഴ്നാട് സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ഫോർ ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ലോക്കൽ പ്ലാനിംഗ്. ഇതൊന്നും കറക്റ്റ് ആയിട്ട് നടത്തിയിട്ടില്ല. വേറെ ആരൊക്കെയോ ഏൽപ്പിച്ചിട്ട് അതൊന്നും കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. കോസ്റ്റൽ മാനേജ്മെന്റ് പ്ലാനുകൾ വളരെ കൃത്യമല്ലായിരുന്നു. ആൻഡ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പലതിനും ഇറഗുലാരിറ്റീസ് ആണ്. ക്ലിയറൻസ് 23 പ്രോജക്ട്സ് എഫ്ലുവന്റ് ഡിസ്ചാർജ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ഫ്രം തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. നമ്മളൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനോ ഉണ്ടാക്കി, ഇതിൽ നിന്നും പുറത്തു പോകുന്ന വേസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ഇതൊന്നും കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇതിൽ നിന്നും NOC വാങ്ങിച്ചിട്ടില്ല. പല പ്രൊജക്ടുകളും NOC വാങ്ങിച്ചിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ ഈ പ്രൊജക്ടുകളൊന്നും കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗൂഗിൾ എർത്ത് ഇമേജറി വെച്ച് പറയുന്നുണ്ട് പലതും ഇല്ലീഗൽ ആയിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സോ നമുക്ക് ഇതിനകത്ത് എന്താണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് നിങ്ങളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് ചോദിക്കാം. കോസ്റ്റൽ റെഗുലേഷൻ പ്ലാൻ നമ്മൾ കണ്ടുവന്നു. സോ CRZ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് 2011 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കോസ്റ്റൽ റെഗുലേഷന് പല കോണ്ടെക്സ്റ്റുകളുണ്ട്. കോസ്റ്റൽ റെഗുലേഷന് തന്നെ പല കാറ്റഗറി ഉണ്ട്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1 ഉണ്ട്. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ തിരിച്ചിട്ടുണ്ട്. Z2, അതേപോലെ 3, അതേപോലെ 4, 4 കാറ്റഗറിയാണ്. CRZ 1 എന്ന് പറയുന്നതാണ് ഏറ്റവും ഭയങ്കര ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മാംഗ്രോവ്, കോറൽ റീഫ്, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് CRZ 1. ഏറ്റവും ഹൈ. 4 എന്ന് പറയുന്നത് ലെസ് പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ EI ഉണ്ട്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കണമെന്ന് പറയാറുണ്ട്. അതേപോലെ സംതിങ് എൽസ് കോൾഡ് ആസ് ആൻ NDZ. എന്താണ് NDZ? ഇതൊന്നും ഇതിനകത്ത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. NDZ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോ ഡെവലപ്മെന്റ് സോൺ. ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ചില ഏരിയയിൽ ഒട്ടും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അത്രയും കോർ ആയിട്ട് അത് കാത്തു സൂക്ഷിച്ചു വെക്കണം. കാരണം അത് അവിടുത്തെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ നോ ഡെവലപ്മെന്റ് സോണിലും പല കേസസിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തെറ്റാണ്. എന്താണ് CRZ എന്നുള്ള ഒരു ക്ലാരിറ്റിയും കൂടെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു നല്ല ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിച്ചത്. ഓക്കെ. പിന്നെ എല്ലാം ഡൽഹി പോലീസ് 32 ബാംഗ്ലാദേശികളെ കണ്ടുപിടിച്ചു. സ്പെഷ്യൽ ഡ്രൈവിൽ ഇല്ലീഗൽ ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്ന 32 കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ബാംഗ്ലാദേശ് ആൾക്കാരെ പല സ്റ്റേറ്റിൽ നിന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്ത്യക്കാരാണോ ബാംഗ്ലാദേശി മൈഗ്രൻസ് ആണോ കണ്ടുപിടിക്കുന്നുണ്ട്. സോ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ നമുക്ക് UPSCക്ക് ആവശ്യമുള്ള വാർത്തകളാണ് ഞാൻ മെയിൻലി നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു CRZ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്ത് വെക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ എല്ലാം പരസ്യമാണ് കംപ്ലീറ്റ്. നമുക്ക് ഇന്നത്തെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഉത്തരാഖണ്ഡ് ആണ്. വികസിത് ഭാരത് സാക്ഷാത് ഉത്തരാഖണ്ഡ്. വിന്റർ യാത്ര. ഇതിലൊക്കെ കുറച്ച് കൾച്ചറൽ ആസ്പെക്ടുകൾ നമുക്കുണ്ടോ എന്നുള്ളത് യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നമുക്ക് പരസ്യത്തിൽ നിന്നും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ പോലെ there is a wonderful place called Auli. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കും. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഔലി. ജിം കോർബറ്റിന്റെ ടൈഗർ റിസർവും പാർക്കും ഉണ്ട്. ജോർജ് എവറസ്റ്റ് മുസോറി. ഇതെല്ലാം ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും സംഭവങ്ങളായിരിക്കുമല്ലോ കാണിക്കുന്നത്. അപ്പൊ മുസോറി, ഡെഫിനറ്റ്ലി മുസോറി ട്രെയിനിങ് സെന്റർ അവിടെയാണെങ്കിൽ പോലും. ആൻഡ് സം ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടെമ്പിൾസ് ഓൾസോ. യു ഹാവ് ദ യമുന ടെമ്പിൾ, ഓംകാരേശ്വർ ടെമ്പിൾ, ഗംഗ ടെമ്പിൾ,
അതേപോലെ യോഗ്യാൻ ബദ്രി ടെമ്പിൾ, ചമോലി, ഇതൊക്കെ വളരെ ഫേമസ് സ്ഥലങ്ങളാണ്. അപ്പൊ എന്തായാലും പരസ്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഗംഗാ ടെമ്പിൾ, യമുന ടെമ്പിൾ, ഓംകാരേശ്വർ ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഉത്തരാഖണ്ഡിലെയാണ്. സോ ഹാവ് ആൻ ഐഡിയ, പരസ്യത്തിൽ നമുക്ക് അത്രയെങ്കിലും പഠിക്കാം. ഇനി പരസ്യങ്ങൾ മറ്റെന്താ ഇത്, വേറെ കുറച്ച് കാര്യങ്ങളാണ്. പരസ്യങ്ങളും ടെൻഡറും ഇതൊക്കെയാണ് ബാക്കിയുള്ളത്. പിന്നെ പരസ്യമാണ്, ഇത് മൊത്തം പരസ്യമാണ്. ഇത് കൂടുതലും ഛത്തീസ്ഗഡിനെ കുറിച്ചാണ്. ഛത്തീസ്ഗഡ് ഹുവ ഖുശാൽ, ഹമാരി സംസ്കൃതി ഹമാരി പഹചാൻ. ഛത്തീസ്ഗഡിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ പരസ്യം തന്നെയാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനിയും സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വാർത്തയുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കേസുകളുണ്ട്. സ്കൂൾ കുട്ടികളിൽ സഞ്ചരിച്ചിരുന്ന ട്രക്ക് പാലക്കാട് നടന്ന വലിയൊരു പ്രശ്നം അവിടെ പറയുന്നുണ്ട്. ആൻഡ് മറ്റു വാർത്തകൾ, ഇതും ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ കേസായിട്ട് പറയുന്നുണ്ട്. ഒരു കർഷകനെ ഓൾറെഡി ഒരു കേസിൽ ചാർജ് ചെയ്തിരിക്കുകയാണ്. ആ കർഷകനെ ഹാൻഡ് കഫിലിട്ട് ഇതേപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണുന്നത്. കേട്ടോ, ഹാൻഡ് കഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് മറ്റേ ഈ നമ്മുടെ നാട്ടില് ഈ ഡോഗിനെ മറ്റേ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ പട്ടിക്കുട്ടീനൊക്കെ വളർത്തുമ്പോൾ അതിന്റെ കഴുത്തിലിരുന്ന് ചെയിൻ കണ്ടിട്ടുണ്ടോ? ഏകദേശം അതേപോലെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. സോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കണം എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റും പറയുന്നത്. സോ എവിടെയെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഹ്യൂമൻ ട്രീറ്റ്മെന്റ് ആണത്. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. നോ പവർ ടു മോണിറ്റർ കോട്ട എക്സിക്യൂഷൻ ബൈ അതർ മിനിസ്ട്രി സേസ് DOPT. നമ്മുടെ UPSC-യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ സിവിൽ സർവന്റ് ആകുമ്പോഴും നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം DOPT എന്നാണ് വരുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ഇതാണ് വരുന്നത്. ഇത് വേറെ കാര്യമൊന്നുമല്ല. ഇതിൽ പ്രധാനം ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പല മിനിസ്ട്രീസ് ഉണ്ട്. ഇതൊരു മിനിസ്ട്രി ആണെന്ന് വിചാരിച്ചു, ഇത് വേറൊരു മിനിസ്ട്രി, ഇത് വേറൊരു കുറെ മിനിസ്ട്രീസ്. ഈ ഓരോരുത്തരും മിനിസ്ട്രിയിൽ ജോലി, അതെല്ലാം ഇവരെല്ലാരും കൂടെ ജോബിന്റെ കാര്യത്തില്, നമ്മൾ ജോലി കൊടുക്കുന്ന കാര്യത്തില്, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം SC/ST റിസർവേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ, ഇത് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഗവൺമെന്റിനെതിരെ വരുന്ന വലിയൊരു വാർത്തയാണ്. പ്രോപ്പർ ആയിട്ട് SC/ST ഡീറ്റെയിൽസിന്റെ, ഇവരുടെ റിസർവേഷനും ഇവരുടെ ഉള്ള ജോബ് കോട്ടകളും, ഇവർക്കുള്ള ജോബ് കോട്ട, ഈ കോട്ടകളൊന്നും പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് വലിയൊരു പരാതിയുണ്ട്. അപ്പൊ ഈ പരാതിയിൽ DOPT എന്ന് പറയുമ്പോൾ DOPT എന്ന് പറയുന്നത് ഒരുതരം HR ഫംഗ്ഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ HR ആണെന്ന് വിചാരിച്ചാൽ മതി. ഇവരാണ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ DOPT ആണ് ചെയ്യുന്നത്. സിവിൽ സർവീസിന് മാത്രമല്ല കേട്ടോ. അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DOPT ഇപ്പൊ പറയുന്നതാണ് സാധാരണ ഇവരും ഇതേപോലെ കോട്ട ഡീറ്റെയിൽസ് റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DOPT പറയുന്നത് ഞങ്ങൾക്ക് അതിനുള്ള പവർ ഒന്നുമില്ല. ഓരോ മിനിസ്ട്രിയും പോയിട്ട് അവിടെ ഇന്ന് SC/ST-കാർക്ക് ഇത്രയും ജോലി കൊടുത്തോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള പവർ ഇല്ല എന്നാണ് DOPT പറയുന്നത്. വലിയൊരു കോൺട്രവേഴ്സിയാണ്. ഇനി DOPT എവിടെയെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇറ്റ് കംസ് അണ്ടർ ദിസ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ പറയുന്ന DOPT വരുന്നത്. സോ ഇതിൽ പറയുന്നുണ്ട് 25ാമത്തെ റിപ്പോർട്ട് കൊടുക്കുന്നത് മാത്രമല്ല. സോ ഇതാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇതിനുള്ള പവർ ഒന്നും ഇല്ല എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ശരിക്കും ഇത് പറയുന്നത് DOPT ശരിക്കും ഇത് നോക്കണം എന്നാണ് പറയുന്നത്. റിസർവേഷന്റെ റിപ്പോർട്ടൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നത്. ഈ ആർട്ടിക്കിളാണ് ഇതിന്റെ മെയിൻ സമ്മറി എന്ന് പറയുന്നത്, റിസർവേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മേജർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും സ്റ്റേറ്റ് വാർത്ത ഇന്ന് കുറെ ഉണ്ട്. കോൺഗ്രസ് ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, ഇതിനകത്ത് കുറെയൊക്കെ ഇലക്ഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇതിനകത്ത് പോകുന്നത്. പരസ്യവും ഇലക്ഷനാണ്. അപ്പൊ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസ് ഒന്നുമില്ല. പിന്നെ പെട്ടത് ഒരു ഫീച്ചർ ന്യൂസ് ആണ്. അത് എനിക്ക് ഡൽഹി എഡിഷൻ ആണ്, ഇവിടെ നമുക്ക് വരില്ല. ഇതിൽ വേറെ പ്രത്യേകം പറയേണ്ട കാര്യം, നമ്മൾ ഒരു പുതിയ സെക്ഷൻ ഇപ്പൊ നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കും ഇപ്പൊ നമ്മുടെ പണ്ട് IPC, CRPC എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം ഭാരതീയ ന്യായ സംഹിത, BNS പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറെ സെക്ഷനുകളെല്ലാം മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ BNS-ന്റെ കുറെ സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ആർട്ടിക്കിൾ ആണ്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല. ഞാനതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് സെക്ഷൻ 69 എന്ന് പറയുന്ന ഭാരതീയ BNS ആണ്, IPC അല്ല. ഇത് നമുക്ക് സാധാരണ റേപ്പിന് വേണ്ടിയുള്ള സെക്ഷൻ അല്ല. ഈ സെക്ഷൻ 69 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെക്ഷൻ ആണ്. അതായത് ദിസ് റിലേറ്റ്സ് ടു സെക്സ് ത്രൂ ഡിസീറ്റ്. ഇതാണ് ഇതിന്റെ പ്രധാന കോൺസെപ്റ്റ്, സെക്സ് ത്രൂ ഡിസീറ്റ്. അതായത് കള്ളത്തരം പറഞ്ഞ് ഫോൾസ് പ്രിടെക്സ്റ്റ് വഴി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറ്റമാണെന്നാണ് പറയുന്നത്. ഏകദേശം 10 വർഷം തടവ് കിട്ടുന്നതാണ് പറയുന്നത്. ഏകദേശം നമ്മളൊരാളെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടി
ഫോഴ്സ് ചെയ്യണം. ഫോഴ്സ് അല്ല, ഇവിടെ പ്രധാന കാര്യം ഓർക്കേണ്ടത് കൺസെന്റ് ഉണ്ട്. ഇവിടെ കൺസെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ റേപ്പ് അല്ല. കൺസെന്റ് ഉള്ളതുകൊണ്ട് തന്നെ റേപ്പ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഉണ്ട്, കള്ളം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്ന ജോലി തരാം, അല്ലെങ്കിൽ ജോബ് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം സാധിച്ചു തരാം, അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി തെറ്റായി പറയാം, ഫോൾസ് ഐഡന്റിറ്റി പറഞ്ഞിട്ട് ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനെ ഒരു പെൺകുട്ടീനെ ഫോഴ്സ് ചെയ്ത് കൺസെന്റോടുകൂടെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ ഇത് കുറ്റമായിട്ട് കോടതിയിൽ ചാർജ് ചെയ്യാം. സെക്ഷൻ 69 എന്ന് പറഞ്ഞിട്ട് DNS ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഒരുപാട് ആൾക്കാർ ഇത് റേപ്പ് അല്ല, ഇത് കൺസെന്റ് ഉണ്ട്, പക്ഷെ കള്ളം പറഞ്ഞിട്ടാണ് സെക്സ് ത്രൂ ഡിസീറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രധാന സെക്ഷൻ ആണ്. ഒരുപാട് കേസുകൾ ഇതിപ്പോ ഈ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ ലോ റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ പ്രധാന നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുരുഷൻ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഇഫ് ഇതേ കാര്യം സ്ത്രീകൾ ആണുങ്ങളെ പറ്റിച്ച എന്ത് ചെയ്യും? അതിൽ ഇതിന് നിയമത്തിൽ മെൻഷൻ ഇല്ല. അതേപോലെ LGBTQ കമ്മ്യൂണിറ്റി, LGBT ട്രാൻസ് കമ്മ്യൂണിറ്റി, അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും ഇതിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്. സോ ഹാവ് ആൻ ഐഡിയ. അതുകൊണ്ടാണ് ഞാൻ സെക്ഷൻ 969 എന്താണെന്നും കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ മൂവിംഗ് ഓൺ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗുക്കേഷിന്റെ ചെസ്സിന്റെ എഡിറ്റോൾ ആണ് ആദ്യം വരുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമുക്കറിയാം ഇൻഫ്ലേഷൻ വളരെയധികം വിലക്കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്. സോ ഓൾറെഡി നമുക്ക് 6.2 നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായിരുന്നത്. അതായത് കൺസ്യൂമർ പ്രൊഡക്ട്സിന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഇൻഫ്ലേഷൻ 6.2% ആയിരുന്നു പണ്ട്. ഇപ്പൊ ആ ഇൻഫ്ലേഷൻ 5.5%ലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ. ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, 5.5ലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ ഫുഡ് ഇൻഫ്ലേഷൻ ഏകദേശം 9% ഉണ്ട്. മറ്റേ ഇൻഫ്ലേഷൻ ഓൾറെഡി നമ്മുടെ സാധാരണ ജനറൽ ഇൻഫ്ലേഷൻ 5.5%ഓളം നമ്മൾ എത്തിയിട്ടുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ ഏകദേശം 9% ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ അതേപോലെ ഏറ്റവും വലിയ ഫാക്ടർ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ ആണ്. ഫുഡ് ഇൻഫ്ലേഷൻ മാത്രമല്ല, വെജിറ്റബിളിന്റെ പ്രൈസ് ഭയങ്കര പ്രശ്നമാണ്. വെജിറ്റബിൾ ഇൻഫ്ലേഷൻ ഏകദേശം 30% ഇൻഫ്ലേഷൻ വിലക്കയറ്റം. പണ്ട് ഇത് 42 ആയിരുന്നു, അതിൽ 30% കുറഞ്ഞിട്ടുണ്ട്. സോ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ 30%. അതേപോലെ റൂറൽ ഏരിയാസിലുള്ള ഇൻഫ്ലേഷൻ ഏകദേശം 6% ആണ്. നമ്മൾ ജനറൽ പറയുന്നത് 6% ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിലും പ്രൈസിങ്ങിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാന കാര്യം പങ്കുവഹിക്കുന്നത് വിലക്കയറ്റം ഓരോന്നിന്റെ ഓരോ റേറ്റ് ആണ്. പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇത് അടുത്ത മാസം മാറിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ കൂടും കുറയൊക്കെ ചെയ്യും. ഇപ്പൊ ആസ് ഓഫ് നൗ 5.5% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്. അതിൽ നോക്കുമ്പോൾ റൂറൽ 6%, ഫുഡ് ഇൻഫ്ലേഷൻ 9%, വെജിറ്റബിൾ ഇൻഫ്ലേഷൻ 30%. പക്ഷെ മൊത്തത്തിൽ ഈ പ്രൈസ് റൈസ് കൂടാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് വെജിറ്റബിൾ ആണ്. നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ ആണ്. വെജിറ്റബിളിന്റെ പ്രൈസസ് ഒക്കെ കണ്ടില്ലോ, ഭയങ്കര 30% ആണ് ഇൻഫ്ലേഷൻ. അപ്പൊ ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇതിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കും മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ടല്ലോ, RBIയുടെ വെരി ഇമ്പോർട്ടന്റ് മോണിറ്ററി പോളിസി കമ്മിറ്റി ബെഞ്ച്മാർക്ക് റേറ്റ് അഥവാ റിപ്പോ റേറ്റ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് കൂട്ടണോ കുറയ്ക്കണോ അനുസരിച്ചിരിക്കും എങ്ങനെ വേണം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളൊരു വലിയ ഡിസ്കഷനും കൂടാണ് നമ്മൾ ഇരിക്കുന്നത്. സോ അതിവിടെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതാണ് എഡിറ്റോറിയൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞില്ല മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രം പറയാം. പാകിസ്ഥാൻ അറ്റ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. ഇനി ഈ UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യുഎന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാണ് സെക്യൂരിറ്റി കൗൺസിൽ. ഇതിൽ ഓൾറെഡി P5 കൺട്രീസ് ഉണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം വീറ്റോ പവർ ഉണ്ട്. ഇന്ത്യ ഒരു പെർമനന്റ് മെമ്പർ ആവാൻ P5നെ മാറ്റി P6 ആവാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പെർമനന്റ് മെമ്പർ ആവോ എന്നുള്ളത് വലിയൊരു ഡിബേറ്റ് തന്നെയാണ്. അപ്പോൾ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടി ഇന്ത്യ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പൊ UK, US, ഫ്രാൻസ്, റഷ്യ എല്ലാവരോടും സംസാരിച്ചാലും ഇന്ത്യക്ക് വോട്ട് കിട്ടും. പക്ഷെ ഇവിടെ ചൈനയുണ്ട്. ഇന്ത്യ പെർമനന്റ് മെമ്പർ ആവണോ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഓൾറെഡി 2/3 മെജോറിറ്റി വോട്ട് ചെയ്യാൻ വേണം. ഏകദേശം 130ഓളം വോട്ട് കിട്ടണം. ഓൾമോസ്റ്റ് 193, 195 നമുക്ക് ഏകദേശം 130ഓളം ആൾക്കാര് ഇന്ത്യനെ അംഗീകരിക്കണം. ഇന്ത്യ പെർമനന്റ് മെമ്പർ ആണെന്ന് അംഗീകരിക്കണം. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവാൻ, അത് ഭയങ്കര സംഭവിക്കുമെന്ന് അറിയില്ല. ഇനി ഇതൊക്കെ സംഭവിച്ചാലും 5 പെർമനന്റ് മെമ്പേഴ്സ് എടുത്ത് വരുന്ന സമയത്ത് ചോദിക്കും ഇനി എല്ലാ രാജ്യങ്ങളും US, UK, ഫ്രാൻസ് എല്ലാവരും ഓക്കെ പറഞ്ഞാലും ചൈന അവിടെ ഉള്ളതുകൊണ്ട് ചൈന വീറ്റോ പറയാണ് നോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മെമ്പർ ആവില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പർ ആവും, നോൺ പെർമനന്റ് മെമ്പർ. ഓരോ രാജ്യങ്ങൾക്ക് ഇലക്ഷൻ ഉണ്ടാവുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവർ നോൺ പെർമനന്റ് മെമ്പർ ആവും. ഇപ്രാവശ്യം നോൺ പെർമനന്റ് മെമ്പർ ആണ് 2025-26 അവർ എലക്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇവിടെ വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. വലിയ പ്രശ്നമാവുമെന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാൻ UNSCയിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രധാന കാര്യം മൊത്തം പാകിസ്ഥാന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ
എങ്ങനെ ഇന്ത്യയെ കുറ്റപ്പെടുത്താം എന്നുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. enters the non-elected member ആയിട്ട് 2-year term, 8ാമത്തെ പ്രാവശ്യമാണ്, 2 year ആണ് ഇതിലേക്ക് വരുന്നത്. നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് 2 വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട്. സോ പുതിയ രാജ്യങ്ങൾ വരുന്നുണ്ട്. UNSC will be from the Islamic, half of the 10 elected members of UNSC will be organization of Islamic രാജ്യങ്ങൾ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ ഒക്കെ എലക്ട് ചെയ്തിട്ടുണ്ട്. സോ they will be the new members will join Algeria, Guyana, Republic of Korea, Sierra Leone, Slovenia, who are existing non-permanent members. ആരെ റീപ്ലേസ് ചെയ്യുന്ന Ecuador, Japan, Malta, Mozambique, Switzerland ഒക്കെ റീപ്ലേസ് ചെയ്യും. ഇതിങ്ങനെ 2 year term ആണ് നമ്മൾ കണ്ടല്ലോ, 2 year term. അപ്പൊ ഇന്ത്യ മൊത്തം പാകിസ്ഥാൻ മൊത്തം ഇന്ത്യനെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പറയുന്നത്. സോ പ്ലീസ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് അനദർ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് IWT, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റിയെ കുറിച്ചും ചർച്ച വരും. സോ പ്ലീസ് റിമെമ്പർ. അതേപോലെ എന്താണ് GTS, യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കൗണ്ടർ ടെററിസം സ്ട്രാറ്റജിയാണ് 2021 ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. അതേപോലെ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട സിവിൽ സർവീസിന് ആവശ്യമുള്ള പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് 1267? യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷൻ ആണ്. ഇങ്ങനെ കുറെ റെസൊല്യൂഷൻസ് വരാറുണ്ട്. സോ വാട്ട് ഈസ് റെസൊല്യൂഷൻ 1267? ഈ റെസൊല്യൂഷൻ 1267 എന്ന് പറയുന്നത് തന്നെ ടെററിസത്തിന് വേണ്ടിയാണ്. ടെററിസം കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു റെസൊല്യൂഷനും കൂടാണ്. ഇത് പണ്ട് അൽഖ്വയ്ദ ആൻഡ് താലിബാന് വേണ്ടി കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇത് ഈ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഈ റെസൊല്യൂഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അക്കൗണ്ട് ഫ്രീസ് നടത്തും. പിന്നെ പൈസ എടുക്കാൻ പറ്റില്ല, അക്കൗണ്ട് ഫ്രീസ് ചെയ്യും, ട്രാവൽ ബാൻ വരും, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. സോ പ്ലീസ് റിമെമ്പർ വാട്ട് ഇസ് റെസൊല്യൂഷൻ 1267. ടെററിസത്തിന് വേണ്ടിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്. സോ ഹാവ് സം ഇമ്പോർട്ടന്റ് കോണ്ടന്റ് റിഗാർഡിംഗ് ദാറ്റ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം അർബൻ ലോക്കൽ ഗവൺമെന്റ് പോൾസ്. ഇന്നിപ്പോ ഇതിന്റെ ഞാൻ കഥ മാത്രം പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവരും വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൈമിൾട്ടേനിയസ് പോൾ, എല്ലാം കൂടെ ഓർത്തോ. സെൻട്രൽ ഗവൺമെന്റിൽ നമ്മൾ നോക്കുമ്പോൾ സെൻട്രൽ ലെവലിൽ ലോക്സഭ, താഴെയുള്ള സ്റ്റേറ്റ് അസംബ്ലീസ്, അതേപോലെ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ, ഇത് മാത്രമല്ലേ ഉള്ളൂ യൂണിയൻ ടെറിട്ടറി. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. അതേപോലെ ഇവിടെയുള്ള അർബൻ ലോക്കൽ ബോഡീസ്, ULG, അർബൻ ലോക്കൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ ULG എന്ന് പറയുന്ന അർബൻ ലോക്കൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ താഴെ പഞ്ചായത്ത്, മുനിസിപ്പൽ ലെവൽ ഇലക്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ലോക്സഭയും ഇവരും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് മുനിസിപ്പാലിറ്റി, അതേപോലെ പഞ്ചായത്ത് ലെവൽ, ആ ഇലക്ഷൻ ഇപ്പോൾ എല്ലാം കൂടെ സൈമിൾട്ടേനിയസ് ഇലക്ഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതില് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഇതിലിപ്പോ ഷെയർ ചെയ്ത് പറയുന്നതും അർബൻ ലോക്കൽ ബോഡീസിനെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത്. അർബൻ ലോക്കൽ ബോഡീസിനെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നത്. സോ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് ULG എന്ന് പറയുന്നത്. എന്താണ് അർബൻ ലോക്കൽ ഗവൺമെന്റ്? 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1992 ടു കോഡിഫൈ ദ റോൾ ഓഫ് ULG. 30 വർഷം കഴിഞ്ഞിട്ടും, അതായത് 73rd 74th അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ ഈ 74th അമെൻഡ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. CAA, Constitutional Amendment introduced in 1992 to codify this role of ULG. ULG എന്ന് പറയുമ്പോൾ അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ULG, അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്തിനാണോ കൊണ്ടുവന്നത് അത് ഇപ്പോഴും നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. സോ അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനി ഗവൺമെന്റ് ആണ്. ഇറ്റ്സ് എ മിനി ഗവൺമെന്റ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ, ഒരു മിനി ഗവൺമെന്റ് ആണ്. ആർക്ക് വേണ്ടിയാ? സിറ്റീസിനും ടൗൺസിനൊക്കെ വേണ്ടിയുള്ള ഒരു മിനി ഗവൺമെന്റ് ആണ് അർബൻ ലോക്കൽ ബോഡി. സ്റ്റേറ്റ് താഴേക്കുള്ള നമുക്കറിയാലോ, അർബൻ, പിന്നെ താഴേക്കുള്ള റൂറൽ ഏരിയാസിൽ നമുക്ക് പഞ്ചായത്ത്, അങ്ങനെയൊക്കെ ഉണ്ട്. സിറ്റീസും ടൗൺസിനും വേണ്ടിയുള്ള ഒരു മിനി ഗവൺമെന്റ് ആണ് ഇവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉദാഹരണത്തിന് വെള്ളം, വാട്ടർ, സാനിറ്റേഷൻ, അതേപോലെ റോഡുകള്, ഹെൽത്ത് കെയർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ട ഒരു ബോഡിയാണ് അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ അർബൻ ലോക്കൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻസ് എല്ലാം ഡിലേഡ് ആണ്. ഇന്ത്യയിൽ പ്രോപ്പർ ആയിട്ട് ഇലക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. വലിയ പ്രശ്നമല്ലേ? ഇവിടെ പ്രോപ്പർ ആയിട്ട് ഇലക്ഷൻ നടക്കുന്നില്ല. ഇനി ഇലക്ഷൻ നടന്നാൽ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് വളരെ ചെറിയ റോളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും അവർക്ക് റോൾ ഉണ്ട്, പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ ഇതെല്ലാം ഈ ആർട്ടിക്കിൾ എഴുതി ഇവരുടെ ഒപ്പീനിയൻ ആണ്, ഓത്തറിന്റെ ഒപ്പീനിയൻ ആണ്. നമ്മളിത് അങ്ങനെ കണ്ടാൽ മതി. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വലിയ കാര്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഏറ്റവും കൂടുതൽ പവർ എടുക്കുന്നത് ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ പവർ എടുക്കുന്നത്. കാരണം അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ യു ക്യാൻ സേ ഇറ്റ്സ് എ സ്റ്റേറ്റ് സബ്ജക്ട്. ഈ ULG എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്, സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സസീവ് പവർ എടുക്കുന്നുണ്ട്, അത് തെറ്റാണ്.
സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് പവർ എടുക്കാൻ പാടില്ല, ഇലക്ഷൻ കമ്മീഷന് കറക്റ്റ് ആയിട്ടുള്ള മാൻഡേറ്റ് കൊണ്ടുവരണം എന്നാണ് ഇതിൽ കൂടുതലും പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോക്കൽ ഇതിലും. പക്ഷെ ഇതില് വൺ നേഷൻ വൺ ഇലക്ഷൻ വരുമ്പോൾ ഇതും കൂടെ അതിനകത്ത് കൊണ്ടുവന്നാൽ എല്ലാത്തിനും ഒരു വലിയൊരു ക്ലാരിറ്റി വരുന്നതാണ് പറയുന്നത്. പക്ഷെ അത് വരുമില്ലെന്ന് നമുക്കറിയില്ല, കണ്ടറിയേണ്ടി വരും. സോ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, should the executive have the power to pardon when it comes to clemency? US President Joe Biden with his son Hunter Biden. ഇത് വേറെ കാര്യമൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആക്ട് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് കാണേണ്ടതാണ്. എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, പോടാ. പോടാ, അമേരിക്കയിൽ പോടാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ആക്ട് ആണ് പ്രധാനപ്പെട്ട. അമേരിക്കയിൽ അവര് ഡിസ്കസ് ചെയ്യുന്നതാണ് വാട്ട് അബൌട്ട് ദ പോടാ. പലരും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പോടാ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ അവർ ഡെമോക്രസി, പ്രൊട്ടക്ടിങ് അവർ ഡെമോക്രസി ആക്ട് ആണ്. ഇതിനകത്തൂടെ കിടപ്പുണ്ട്. പോടാ എന്ന് പറയുന്ന സാധനം എവിടെയോ ഇതിനകത്ത് ചെറിയ മെൻഷൻ ഞാൻ വായിച്ചിരുന്നു. സോ ഹാവ് എൻ ഐഡിയ വേർ ഇസ് ദിസ് പോടാ. വി ഹാവ് ടു പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷെ പ്രൊട്ടക്ടിങ് അവർ ഡെമോക്രസി ആക്ട്, ഇതാണ് പോടാ. പ്രൊട്ടക്ടിങ് അവർ ഡെമോക്രസി ആക്ട് ആണ്. അപ്പൊ എന്തിനാണ് ഈ ആക്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എസ് പ്രസിഡന്റിന്റെ ക്ലെമൻസി പവർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യു എസ് ക്ലെമൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രസിഡന്റിന് നമുക്ക് മൊത്തത്തിൽ നമുക്കറിയാം, ഇന്ത്യയിലാണെങ്കിലും ഇതാണെങ്കിലും പ്രസിഡന്റിന് മാപ്പ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇറ്റ്സ് കോൾഡ് മെർസി. ക്ലെമൻസി എന്ന് പറയുമ്പോൾ ദയാഹർജി നമ്മൾ കേട്ടിട്ടില്ലേ, ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ. പ്രസിഡന്റ് മാപ്പ് കൊടുക്കാൻ പറ്റും. സോ ദിസ് ബ്രിങ്സ് us യു എസിൽ പോടെയാണെങ്കിലും നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്ലീസ് നോ ദ പാർഡനിങ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഗവർണറിന്റെ പാർഡനിങ് പവറും പ്രസിഡന്റിന്റെ പാർഡനിങ് പവറും ശ്രദ്ധിച്ചോർത്ത് വെക്കാൻ പ്രിലിംസിന് ചോദ്യം വരാം. നിങ്ങൾ നല്ലോണം പഠിക്കണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ജോ ബൈഡൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകന് ഒരു പാഠം കൊടുത്തു. ഏതോ പ്രധാനപ്പെട്ട ഒരു പാഠം കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ? പ്രസിഡന്റിന്റെ ക്ലെമൻസി പവർ എങ്ങനെയാണെന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ആണ് ഇത് മൊത്തം പറയുന്നത് നമുക്ക്. അപ്പൊ ഈ പോഡ എന്ന് പറയുന്നത് ഇതേപോലെ ഗവൺമെന്റിന്റെ പ്രസിഡന്റിന്റെ പവറാണ്. പ്രസിഡന്റ് കറപ്റ്റ് ആവാൻ പാടില്ല, പ്രസിഡന്റിന്റെ പവർ കറപ്റ്റ് മിസ്യൂസും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഈ പറയുന്ന പോഡ എന്ന് പറയുന്നത്. അതേപോലെ പ്രസിഡന്റിന്റെ പാർഡൻ പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തോന്നിയ പോലെ എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഒരു ജനറൽ ആർട്ടിക്കിൾ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട നാഷണൽ ന്യൂസ് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിബേറ്റ് നടക്കുന്നുണ്ട് പാർലമെന്റിൽ. എന്തായാലും the debate on constitution to kick off in Lok Sabha today. Two-day debate marking the beginning of 75th year of the adoption of constitution in this country. ഇങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ അടുത്തത് പ്രധാനപ്പെട്ടത്, സെന്റർ കമ്മിറ്റഡ് ടു പ്രൊട്ടക്ടിങ് കൺട്രീസ് ഹെറിറ്റേജ് ഷെഖാവത്ത്. ഓൾറെഡി ഇപ്പൊ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നത്. ഇത് പറയുന്നത് മൊത്തം ഇതാണ്, മഹാകുംഭിന് വേണ്ടിയുള്ള ഒരുപാട് സെറ്റിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ രാജ്യത്തിന്റെ കൾച്ചറും ഹെറിറ്റേജും നല്ലോണം കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ടു ബിൽഡ് എ വികസിത് ഭാരത്, ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത്. ടൂറിസം സെക്ടറിലും പറയുന്നുണ്ട്. ഇപ്പൊ ടൂറിസം സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പര്യടൻ മിത്ര ആൻഡ് പര്യടൻ ദീദി പ്രോഗ്രാംസ് ഹാസ് ബീൻ ലോഞ്ച്ഡ്. ഒരുപാട് ആൾക്കാർ ടൂറിസം സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പുതിയ ജോലികൾ കൊണ്ടുവന്നു. പര്യടൻ മിത്ര ആൻഡ് പര്യടൻ ദീദി പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. മൊത്തത്തിൽ നമ്മുടെ കൾച്ചറും ഹെറിറ്റേജും പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ഇവിടെ കൾച്ചർ മിനിസ്റ്റർ പറയുന്നത്. മഹാകുംഭിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്, അത് ഓർത്ത് വെക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് റിഗാർഡിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോണ്ടന്റ് ഓഫ് ഫേക്ക് നറേറ്റീവ് ഓൺ പ്രൈവറ്റൈസേഷൻ. ഇതിൽ വേറൊന്നുമല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. റെയിൽവേ അമെന്റ്മെന്റ് ബില്ലുണ്ട്. ഇത് കൂടുതലും അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇത് വരുന്നുണ്ട്. റെയിൽവേ അമെന്റ്മെന്റ് ബില്ല് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ കണ്ടതാണ്. പഴയ 1905 റെയിൽവേ റൂൾ ഒക്കെ മാറി ഇനി 1989 റെയിൽവേ റൂൾസ് 1989 മർജ് ചെയ്യാൻ പോവാണ്. അതേപോലെ റെയിൽവേ അമെന്റ്മെന്റ് ബില്ല് വരുമ്പോൾ 2024 വരുമ്പോൾ റെയിൽവേ അമെന്റ്മെന്റ് ബില്ല് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും റെയിൽവേ ബോർഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, റെയിൽവേ ബോർഡിന് ഒരുപാട് പവർ കൊടുക്കാൻ പോവാണ് നമ്മൾ കേട്ടു. റെയിൽവേ ബോർഡിന് ഒരുപാട് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. റെയിൽവേ ബോർഡ് വിൽ ബിക്കം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവുന്നൊക്കെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ ഈ നറേഷനില് മിനിസ്റ്റർ പറയുന്നുണ്ട്, പുതിയ ബില്ല് അനുസരിച്ചിട്ട് റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണെന്നില്ല, മൊത്തം പ്രൈവറ്റുകാർക്ക് വിൽക്കാൻ പോവാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ റെയിൽവേയുടെ ഷെയർ വിൽക്കുകയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് കൊടുക്കുകയാണെന്നുള്ളത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. നമ്മൾ അങ്ങനെ ഒരു സംഭവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഡ്രീം കണക്ട് പ്രൊജക്ട് ഉണ്ട്. റെയിൽവേ മിനിസ്റ്ററിന്റെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഡ്രീം പ്രൊജക്ട് ആണ് വന്ദേ ഭാരത് ട്രെയിൻ.
നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിന്റെ വന്ദേ ഭാരത് മാത്രമല്ല, ട്രിവാൻഡ്രത്ത് നിന്ന് മംഗലാപുരം പോകുന്ന വന്ദേ ഭാരത് അല്ല. ഇറ്റ്സ് ഫ്രം കന്യാകുമാരി ടു കശ്മീർ. കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇന്ത്യയുടെ അടുത്ത മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. സെക്യൂരിറ്റി ഫോഴ്സസ് കിൽ 7 മാവോയിസ്റ്റ് ഇൻ ഛത്തീസ്ഗഡ് എൻകൗണ്ടർ. ഇതിന് യാതൊരു കുറവുമില്ല. എവ്രി ഡേ വി ഹിയർ അബൌട്ട് മാവോയിസം ആൻഡ് നക്സലിസ്റ്റ് അറ്റാക്ക്. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, CRPF ഇസ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ദിസ്. നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസ് CRPF ഒക്കെ വളരെ സ്ട്രോങ് റോളാണ് ഈ സ്ഥലത്ത്. ഛത്തീസ്ഗഡിലൊക്കെ പോയി നക്സൽസിനോട് നിൽക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ദേ ആർ ടേക്കിംഗ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു വർക്ക് ഓൺ ദിസ് റിഗാർഡ്. അത് വാർത്ത മനസ്സിലാക്കുക. രാഹുൽ മീറ്റ് 2020 ഹത്രാസ് വിക്ടിംസ് കിങ്. ഇതെന്താണെന്ന് വെച്ചാൽ ഹത്രാസ് എന്ന് പറയുന്നത് UP ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ റേപ്പ് കേസ് നടന്നിട്ടുണ്ടായിരുന്നു. വളരെ ബ്രൂട്ടൽ ആയിട്ട് റേപ്പ് കേസാണ്. ഒരു 19 വയസ്സായ, അന്നത്തെ സമയത്ത് 19 വയസ്സായ ഒരു ദളിത് പെൺകുട്ടീനെ അവര് റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അതാണ് ഈ ഹത്രാസ് കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം യു സീ ഹത്രാസ് കേസ്, ഹാവ് സം ഐഡിയ. ഇനി അടുത്തത്, ലോക്സഭ പാസസ് ബിൽ ടു അമെൻഡ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2025. ഓൾറെഡി ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2005 നമ്മൾ അമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് എപ്പോഴും ഇന്ത്യയില് കഴിഞ്ഞ കുറെ നാളുകളുടെ എപ്പോഴും ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഈ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ഡിസ്കഷൻ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2005 നടക്കുന്ന അല്ലെങ്കിൽ അന്ന് എഴുതപ്പെട്ട കാര്യങ്ങളല്ല ഇന്ന് 2024 വരുന്നത്. അപ്പൊ പല ഡിസാസ്റ്റേഴ്സിലും നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഒന്ന് ഡിസാസ്റ്റർ ഹാപ്പൻ ചെയ്യുന്ന രീതി, പുതിയ ഡിസാസ്റ്റേഴ്സ്, ന്യൂ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അതിലേക്കുള്ള റെസ്പോൺസ്, നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ടാണ് ദേ ആർ ബ്രിങ്ങിങ് ദിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നത്. അവിടെയാണ് നമ്മളിത് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്. അപ്പൊ ഇതൊരു വോയിസ് വോട്ടിലൂടെയാണ് വന്നത്. വോയിസ് വോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാർലമെന്റിൽ സ്പീക്കർ ചോദിക്കും, ഹൗ മെനി ഓഫ് യു ആർ ഇൻ ഐ ആൻഡ് ഐ, നമ്മൾ എത്ര പേര് ഓക്കെ ആണെന്ന് പറയുമ്പോൾ വോട്ട് കൊടുത്തിട്ട് ഇത് വന്നിരിക്കുകയാണ്. ഇത് കുറ്റപ്പെടുത്തുന്ന ഒപ്പോസിഷൻ കുറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് ഭയങ്കര പവർ ആയിരിക്കും. സോ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനെക്കാട്ടും കൂടുതൽ ഭയങ്കര പവർ സെൻട്രൽ ഗവൺമെന്റ് വരുമ്പോൾ സ്റ്റേറ്റ്സിലാണല്ലോ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുക. അപ്പൊ ഓരോ ഡിസാസ്റ്റേഴ്സ് ഓരോ സ്റ്റേറ്റിൽ, ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ വയനാട് പ്രശ്നം ഉണ്ടായി. പവർ മൊത്തം സെൻട്രൽ ഗവൺമെന്റ് പോയി കഴിഞ്ഞുള്ള പ്രശ്നം, ഓരോ കാര്യത്തിനും വയനാട് സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മൾ കേരള ഗവൺമെന്റ് സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതൊരു തരത്തിൽ നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസിന് എതിരാണെന്നാണ് നിയമം പറയുന്നത്. പിന്നെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഡിസാസ്റ്റേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറെ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബില്ല് വരാൻ പോകുമ്പോൾ ഉള്ളത്. ഇന്ത്യ വോട്ട്സ് ഇൻ ഫേവർ ഓഫ് സീസ് ഫയർ ഇൻ ഗാസ. വലിയ കാര്യം. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് അൺകണ്ടീഷണൽ ആൻഡ് പെർമനന്റ് സീസ് ഫയർ ഇൻ ഗാസ. സോ ഇത് വേറൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് തന്നെ അറിയാം, ഇസ്രായേലും ലെബനനും സീസ് ഫയർ ചെയ്തു ഒരു അറ്റത്തുനിന്ന്. ഇപ്പുറത്ത് ലെബനൻ ഉണ്ട് ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ഇറാൻ ഉണ്ട്. സോ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ചെറിയ ഇക്വേഷൻ ഞാൻ കാണിച്ചുതരാം. ഇസ്രായേൽ, ഇറാൻ, ഇസ്രായേൽ, ലെബനൻ ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ദർ ഇസ് പാലസ്റ്റീൻ. അപ്പൊ ഓൾറെഡി ഇസ്രായേൽ ഭയങ്കര ടൈറ്റ് പൊസിഷനാണ്. വൈ ഇറ്റ് ഇസ് എ ടൈറ്റ് പൊസിഷൻ? ബിക്കോസ് ഇറ്റ്സ് ഓവർ ബർഡൻ. ഒരു സൈഡിൽ കൂടെ ലെബനനിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹെസ്ബുള്ള ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം വളരെ, ഒരു സൈഡിൽ കൂടെ ഇസ്രായേലിന് ലെബനനെ അറ്റാക്ക് ചെയ്യണം, ഒരു സൈഡിൽ കൂടെ ഇറാനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. പലസ്തീനെ പിന്നെ ഡെയിലി അറ്റാക്ക് ചെയ്യണം. ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇസ്രായേൽ ഇസ് ഗെറ്റിംഗ് ബർഡൻ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു സന്ധി, ദേ ബ്രോട്ട് ഔട്ട് എ ട്രൂസ്, ഒരു തരത്തിലുള്ള ട്രൂസ്, ഒരു സീസ് ഫയർ ഫയർ ചെയ്തു. അതായത് തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് 2 മാസത്തേക്കോളം നമ്മൾ യുദ്ധം ചെയ്യില്ല, എല്ലാം നോർമലായി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിന് പലസ്തീനെ കുറിച്ച് ഫോക്കസ് ചെയ്യാനും ഇറാനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യയെ കൂടെ വോട്ട് ചെയ്തിരിക്കുകയാണ് യുഎനിലും. ഇസ്രായേലും പലസ്തീനിലും ഫൈറ്റ് ഇതേപോലെ അവസാനിപ്പിച്ച നല്ല കാര്യമില്ല. സീസ് ഫയർ, ഹാവ് എ സീസ് ഫയർ, യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇന്ത്യ കുറെ കാലത്തിന് ശേഷം എപ്പോഴും ഇസ്രായേലിനെയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യാൻ. ഐ ഡോണ്ട് നോ വൈ. ഇന്ത്യ വാസ് among 158 nations that favored the resolution. അതിൽ 188ഓളം രാജ്യങ്ങൾ. പക്ഷെ ഇവിടെ പ്രധാന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെയാണ് അടുത്ത ഇന്റർനാഷണൽ റിലേഷൻസിന്റെ അടുത്ത പ്രധാന ഇക്വേഷൻ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ആസ് എ കൺട്രി ഈസ് നോട്ട് യുഎനെ. ഒരു കാര്യം, ഇപ്പൊ ഈ അടുത്ത് യുഎന്റെ സെക്രട്ടറി ജനറലിനെ ബാൻ ചെയ്തു, പെർസോണ നോൺ ഗ്രാറ്റ, അവിടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേലിന് യുഎന്റെ തന്നെ വിലയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇസ്രായേൽ ഇത് അനുസരിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ വാർത്തയാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അടുത്തത് മണിപ്പൂരിൽ ഒരു പെർമനന്റ് ക്രൈസിസ് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. കുറച്ചുകൂടെ പൊളിറ്റിക്കൽ വാർത്തകൾ നമ്മൾ മാറുകയാണ്. കേരളാസ് വൈക്കം, സ്റ്റാലിൻ പിണറായി ഇനോഗ്രേറ്റ് റെനോവേറ്റഡ് പെരിയാർ മെമ്മോറിയൽ ഇൻ കേരളാസ് വൈക്കം. ഇത് വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിലും ഡിസ്കസ് ചെയ്തതാണ്.
വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള സ്ട്രീറ്റിലൊന്നും സാധാരണക്കാർക്ക് അന്ന് നടക്കാൻ പറ്റിയില്ല. അന്ന് നമ്മൾ നോക്കിയതാണ് 1920s പെരിയാർ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലാമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1939 ആയപ്പോഴേക്കും മധുര മീനാക്ഷി തഞ്ചാവൂർ ക്ഷേത്രത്തില് ലോവർ കാസ്റ്റ് ആൾക്കാരെ കൊണ്ടുവന്നു. 1947 ആയപ്പോഴേക്കും മദ്രാസ് പ്രസിഡൻസിലുള്ള എല്ലാവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ അമ്പലത്തിൽ കയറാനുള്ള റൈറ്റ് ഉണ്ടായി. സോ വൈക്കം സത്യാഗ്രഹം അതിന് തമിഴ്നാട് കോൺട്രിബ്യൂട്ട് ചെയ്തത് എങ്ങനെയാണ്? തമിഴ്നാട്ടിലെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? പെരിയാറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യയിലെ ഒരു ഹിസ്റ്ററിക്ക് ഒരു ചാൻസ് ഉണ്ട് ഇതിനകത്ത്. അതാണ് ഇതിനകത്ത് അത്രയും ന്യൂസ് നമുക്ക് നോക്കാൻ പറ്റിയത്. പിന്നെ രാജ്യസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്, ലോക്സഭയിൽ എന്നും പ്രശ്നമാണ്. അപ്പൊ അദാനിക്കാട്ട് ഇനി അടുത്ത വീണിട്ടിരിക്കുന്നത് സോറോസ് ഇഷ്യൂ ആണ്. സോറോസ് ഇഷ്യൂ ഇത് BJP ഇവരെ കുറ്റപ്പെടുത്തുന്നതാണ്. സോ ഹൂ ഇസ് ഇൻവെസ്റ്റർ? ഓർത്താ മതി, ബില്യണിയർ ഇൻവെസ്റ്റർ ജോർജ് സോറോസ്. ഇതെന്ന് പറയുന്നത് ഇവര് കുറ്റപ്പെടുത്തുന്നതാണ്. അതായത് BJP ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നതാണ്. കോൺഗ്രസ് ഗവൺമെന്റിന് ഈ ഇൻവെസ്റ്റർ ജോർജ് സോറോസ് ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇയാളുടെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി ഫണ്ട് ചെലവാക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. BJP ഗവൺമെന്റ് പറയാണ് ഇയാൾ ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ. അപ്പൊ ഈ ബന്ധത്തിനെ കുറിച്ച് ചോദിച്ചിട്ടാണ് പാർലമെന്റ് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തൊട്ടുണ്ട് സോറോസ് ഇഷ്യൂ കണ്ടോ? രാജ്യസഭ സോറോസ് ഇഷ്യൂ ലീഡ് ടു അപ്രൂവ് ജോർജ് സോറോസ്. അയാളുടെ പൈസ വാങ്ങിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വളരെ UPSCക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് റിവർ ലിങ്കിങ് വർക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് നാഷണൽ റിവർ ലിങ്കിങ് പ്രോജക്ട്, NRLP. നാഷണൽ റിവർ ലിങ്കിങ് പ്രോജക്ട് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെൻ ബേറ്റ്വ റിവർ ആണ്. സോ നമുക്ക് മനസ്സിലാക്കണം, കെൻ റിവർ ഇസ് ഇൻ മധ്യപ്രദേശ്, ബേറ്റ്വ റിവർ ഇസ് ഇൻ UP. UPയിലാണ് ഈ രണ്ട് റിവറും തമ്മിൽ ഇവിടെ പ്രധാനപ്പെട്ട റീജൻ ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കാം. ബുന്ദേൽഖണ്ഡ് റീജൻ ഉണ്ട്. ഇവിടെ വെള്ളം തീരെ കുറവാണ്. വളരെ വാട്ടർ ഡെഫിഷ്യൻ സ്ഥലമാണ്, വളരെ ഡ്രോട്ട് പ്രോൺ സ്ഥലമാണ്. ഇവിടേക്ക് വെള്ളമില്ല. അപ്പൊ വെള്ളമില്ലെങ്കിൽ റിവർ വാട്ടർ ലിങ്കിങ് കൊണ്ടുവരും, രണ്ട് നദികൾ തമ്മിൽ ചേർക്കും. അപ്പൊ അതൊരു വലിയ ക്വസ്റ്റൻ ആണ് UPSCക്ക്. വാട്ട് ഈസ് നാഷണൽ റിവർ ലിങ്കിങ് പ്രൊജക്ട് എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ കൂടുതൽ കെന്നിനാണ് വെള്ളം കൂടുതൽ. കെന്നിൽ കൂടുതലുള്ള വെള്ളം ഗേറ്റ്വേയിലേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുവരാൻ പല രീതികളുണ്ട്. കനാൽസ് കൊണ്ടുവരാം, അതേപോലെ റിസർവോയേഴ്സ് ഉണ്ടാക്കേണ്ടി വരും, ഡാമുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ എക്സസ് വാട്ടർ കൊടുക്കാൻ പറ്റുള്ളൂ. സോ റിവർ ലിങ്കിങ് പ്രൊജക്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ പഠിപ്പിക്കാം. ഇന്ത്യയിൽ ഏതൊക്കെ റിവർ വാട്ടർ പ്രൊജക്ട് ലിങ്കിങ് പ്രൊജക്ട്സ് ഉണ്ടെന്നൊക്കെ ഞാൻ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ ന്യൂസ് അത്രേ ഉള്ളൂ. ബാംഗ്ലാദേശ് ടീം ലൈക്ലി ടു അറ്റൻഡ് പ്രൊജക്ട് അറ്റൻഡ് വിജയ് ദിവസ്. നമ്മുടെ വിജയ് ദിവസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ബാംഗ്ലാദേശിൽ വരുമെന്ന് അറിയില്ല. ഫ്രീഡം ഫൈറ്റേഴ്സ്, അതായത് മുക്തി ജോതാസ്, ഫ്രീഡം ഫൈറ്റേഴ്സ് were part of East Pakistan struggle. 1971 നമുക്കറിയാം ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടാണ് 1970 ഈസ്റ്റ് പാകിസ്ഥാനിൽ ബാംഗ്ലാദേശായിട്ട് കൊണ്ടുവന്നത്. ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ എല്ലാവരുടെയും സപ്പോർട്ടിൽ. അപ്പൊ ആ ദിവസം the day marks India's historic victory over Pakistani forces to the 1971 liberation war and the formation of Bangladesh from East Pakistan, which was controlled by Pakistan. This is a very commemorative day. അതിൽ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ബാംഗ്ലാദേശിലെ വരുമില്ലെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന് കൂടെ ഓർത്ത് വെച്ചു. പിന്നെ ഇതിനകത്ത് എക്കണോമിക്സിന്റെ അഗൈൻ ഒരു വാർത്തയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇന്ത്യയുടെ ഇതിൽ നേരത്തെ പറഞ്ഞ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇൻഫ്ലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു 5.5% കുറഞ്ഞിട്ടുണ്ട്. 6.2 ആയിരുന്നത് ഇൻഫ്ലേഷൻ നമ്മുടെ മൊത്തത്തിൽ 5.5% ആയിരുന്നു. പണ്ട് 6.2 ഇപ്രാവശ്യം ഇനി അടുത്ത മാസം മാറും. ഇൻഫ്ലേഷൻ 5.5% കുറഞ്ഞിട്ടുണ്ട്. റൂറൽ ഇൻഫ്ലേഷനെ കുറിച്ചും പറയുന്നുണ്ട്. ഏകദേശം 6% ആണ്, 5.95 എന്ന് പറയുന്നത് റൂറൽ ഇൻഫ്ലേഷൻ. അർബൺ ഇൻഫ്ലേഷൻ ഏകദേശം 5.95 എന്ന് പറയും, പക്ഷെ അർബൺ ഇൻഫ്ലേഷൻ മാറിയിട്ടുണ്ട്. അർബൺ ഇൻഫ്ലേഷൻ ഏകദേശം 4.8% ആണ്. ഇത് സബ് ഡിവിഷൻ ആട്ടോ. മൊത്തത്തിൽ ഇൻഫ്ലേഷൻ 5.5%. ഇനി അതേപോലെ പല സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇൻഫ്ലേഷൻ റേറ്റ് വിച്ച് ഫോർ NSO സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ കാണുന്ന പല സ്റ്റേറ്റ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ ഹാവ് എൻ ഐഡിയ ഏതൊക്കെ മെറ്റീരിയലാണ്, കോളിഫ്ലവർ ആണോ പൊട്ടറ്റോ ആണോ കൂടിയതിനെക്കാട്ടും കൂടുതൽ ലെറ്റ്സ് ടേക്ക് ദി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്സ്. ഇതിൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഛത്തീസ്ഗഡിലാണ്. റിമെമ്പർ 8.4% ആണ് സ്റ്റേറ്റ്. രണ്ടാമത് ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ്, കേരള ഇസ് ഓൾസോ ദർ. 6.3% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്. മധ്യപ്രദേശിന് വെറും 6.05% ഉള്ളൂ. കേരളത്തിന് അത്രയും വലിയ
ഡൽഹിയാണ് ഏറ്റവും കുറവ് ഇൻഫ്ലേഷൻ, 2.4% ഉള്ളൂ. RBIയുടെ ടാർഗറ്റ് അനുസരിച്ച് ഇൻഫ്ലേഷൻ റേറ്റ് 4% നിൽക്കണം, അതാണ് നമ്മുടെ ടാർഗറ്റിംഗ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഛത്തീസ്ഗഡ് കണ്ടില്ലേ 8%ലാണ്, 4 പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ഇൻഫ്ലേഷൻ 5.5% എത്തി നിൽക്കുന്നുണ്ട്. RBI has mandated that 4% നമ്മൾ ഇൻഫ്ലേഷൻ നിർത്തണം, വിലക്കയറ്റം നിർത്തണം എന്ന് പറയുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ക്ലാരിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ്. ഇന്ത്യ ഓണററി റാങ്ക് കൊടുക്കുന്നുണ്ട്. നേപ്പാൾ ആർമി ചീഫിന് കൊടുത്ത റാങ്ക് ആണ്. പ്ലീസ് റിമെമ്പർ ദ ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ ജനറൽ ആയിട്ട് ഓണററി റാങ്ക് കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ? ദി ഓണററി റാങ്ക് ഓഫ് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി, അങ്ങനെ റാങ്ക് കൊടുക്കാൻ പറ്റുമോ? There is a tradition set by Nepal and India since 1950 of conferring the title of Honorary General of the Army to each other. ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ട്. ഇന്ത്യ നേപ്പാളും തമ്മിൽ 1950 തൊട്ടുള്ള ഒരു പ്രധാന കൺവെൻഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ജനറൽ പദവി കൊടുക്കാൻ പറ്റും, ഓണററി റാങ്ക് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം നേപ്പാളിന്റെ ജനറൽ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സെലിബ്രേറ്റിംഗ് ടിപ്പു ജയന്തി ബാൻഡ് ആസ് ബോംബെ ഹൈക്കോർട്ട്. Question: Maharashtra government's move to restrict the birth anniversary of Tipu Sultan. ഈ ടിപ്പു സുൽത്താന്റെ ബർത്ത് ആനിവേഴ്സറി ആഘോഷിക്കണോ വേണ്ടേ എന്നുള്ളത് വലിയ കോൺട്രവേഴ്ഷ്യൽ വാർത്തയായിരുന്നു. കർണാടക ആണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ടിപ്പു സുൽത്താനെ നമ്മൾ പലപ്പോഴും എന്താ സംഭവം എന്നറിയും. നമ്മുടെ NCERT-യിലും നമ്മുടെ മോഡേൺ ഇന്ത്യയിലും നമ്മൾ ടിപ്പു സുൽത്താനെ ഒരു ന്യൂട്രൽ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് അമ്പലങ്ങളൊക്കെ സഹായിച്ച്, ശാരദ ടെമ്പിളിലൊക്കെ ഒരുപാട് സഹായിച്ച ഒരു വലിയ റൂളർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ബുക്കിന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ടിപ്പു സുൽത്താന്റെ ഫനാറ്റിക് ആംഗിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഭയങ്കര ആന്റി ഹിന്ദു ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ബുക്കുകളില്ല, പക്ഷെ ഇപ്പോഴത്തെ ചർച്ചകൾ അങ്ങനെയുണ്ട്. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം. ടിപ്പു സുൽത്താന്റെ സോ ദിസ് ബ്രിങ്സ് us മോഡേൺ ഇന്ത്യ ക്വസ്റ്റ്യൻ. യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ടിപ്പു സുൽത്താൻ. നിങ്ങൾ മോഡേൺ ഇന്ത്യ വായിച്ചാൽ, NCERT-യുടെ ബിപിൻ ചന്ദ്രയുടെ ഓൾഡ് NCERT വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ കിട്ടും. യാക്കോബിൻ ക്ലബ്, അദ്ദേഹത്തിന്റെ ആർസനൽസ് ഒക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ജാർഖണ്ഡിലെ ഒരു നിയമത്തിനെ കുറിച്ചിട്ടാണ്. വേറൊന്നുമല്ല, ജാർഖണ്ഡിൽ കൊണ്ടുവന്ന ഒരു നിയമം വേറൊന്നുമല്ല. നിയമത്തിന്റെ പേര് അവിടെ പോയി. യെസ്, ജാർഖണ്ഡ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആക്ടിനെ കുറിച്ചും കൂടെ ഉണ്ട്. സോ JSSIA ഓൺ ബിഹാഫ് ഓഫ് ദ ആക്ട് യു ക്യാൻ സീ. ഇത് വേറൊന്നുമല്ല, ഇതാണ് സോറി അതല്ല ആക്ട്, ഇതാണ് ആക്ട് സോറി. ജാർഖണ്ഡ് സ്റ്റേറ്റ് എംപ്ലോയീസ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ ആക്ട് 2021. ഇത് വേറൊന്നുമല്ല, ജാർഖണ്ഡിൽ പ്രൈവറ്റ് സെക്ടറിൽ, ഉദാഹരണത്തിന് ഞാനൊരു കമ്പനി നടക്കുകയാണ്, എക്സ് എന്നൊരു കമ്പനി ഞാൻ തുടങ്ങി. പ്രൈവറ്റ് സെക്ടർ ജാർഖണ്ഡിലാണ് തുടങ്ങിയത്. ഈ കമ്പനി തുടങ്ങിയത് കൊണ്ട് ഇവിടുത്തെ ജാർഖണ്ഡ് എംപ്ലോയ്മെന്റ് ആക്ട് അനുസരിച്ചിട്ട് എന്റെ ഈ കമ്പനിയിൽ 75% സീറ്റുകൾ ലോക്കൽസിന് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ജാർഖണ്ഡിലുള്ള ആൾക്കാർക്ക് തന്നെ അപ്പോയിന്റ് ചെയ്യണം, ബാക്കി 25 അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണക്കാരെ മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെ. ഇത് ശരിയാണോ? അപ്പൊ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് തെറ്റല്ലേ? അപ്പൊ അവിടുത്തെ ഹൈക്കോടതി വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവം പറ്റില്ല, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം ഇറക്കി കഴിഞ്ഞാൽ സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഇസ് എ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14ഉം ആർട്ടിക്കിൾ 19ന്റെയും വയലേഷൻ ആണ്, ശരിയല്ലേ? ഇക്വാലിറ്റി. സോ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷനെ കുറിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനകത്ത് വളരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ചെക്ക് ദി ഇമ്പോർട്ടന്റ് 19ഉം 14ഉം ഇതിന് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ആക്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്. സോ റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നുണ്ട്, അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ 19 പറയുന്നത് നോൺ ഡിസ്ക്രിമിനേഷൻ, നമ്മൾ നോൺ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ റൈറ്റ് ടു കണ്ടക്ട് ബിസിനസ്, എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ബിസിനസ് ചെയ്യാനുള്ള സ്ഥലം എനിക്കുണ്ട്. ഇതിനെ ആർട്ടിക്കിൾ 14ന്റെയും 19ന്റെയും എഗൻസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. കണ്ടോ, റൈറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ടു ഡു ബിസിനസ്. ആർട്ടിക്കിൾ 14 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 19 നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്. ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനും കൂടെ ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഡൽഹി കോർട്ട് അക്വിറ്റ്സ് ഫോർമർ കോൾ സെക്രട്ടറി ആൻഡ് 5 others in coal scam. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡൽഹി കോർട്ട് കൊണ്ടുവന്നിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി പഴയ കോൾ സെക്രട്ടറിയും 5 ആൾക്കാരും കോൾ സ്കാമിൽ കുറ്റാരോപിതരായിരുന്നു. ഇവർ കോൾ ബ്ലോക്ക്, ഇന്ത്യയിലെ വളരെ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ പറയുന്ന സംഭവമാണ്. അതായത് കോൾ ബ്ലോക്കുകൾ അലോക്കേറ്റ് ചെയ്യും, ആരാണ് ഇതിൽ മൈനിങ് നടത്തേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇങ്ങനെ അലോക്കേഷൻ നടത്തുമ്പോഴൊക്കെ ഈ സെക്രട്ടറിമാരൊക്കെ അല്ലേ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിയ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഡൽഹി കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു കേസും ഇല്ല, ഇവര് നിരപരാധികളാണ്, ഇവരെല്ലാം പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഇവര് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേസ്. സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ് വാർത്തകളാണ്.
CEA seeks a fix of mental health crisis affecting the young population. So ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെഫിനറ്റ്ലി സിവിൽ സർവീസിന് നോ വാട്ട് ഈസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് നമ്മൾ പറയാറില്ല ഇന്ത്യയുടെ യൂത്ത് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. മറ്റു രാജ്യങ്ങൾ നോക്കും, നമ്മുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഭയങ്കര സ്ട്രോങ് അല്ലേ? അതായത് ഒരു 18 വയസ്സ് തൊട്ട് ഏകദേശം നമുക്കൊരു നമ്മുടെ വർക്കിംഗ് പോപ്പുലേഷൻ ഭയങ്കര സ്ട്രെങ്ത് ആണ് ഇന്ത്യയുടെ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണെന്നുള്ളതും കൂടെ ഹാവ് എൻ ഐഡിയ. പിന്നെ ഇതിനകത്ത് പറയുന്നത്, ഇവിടെ പുള്ളി ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് അനന്ത നാഗേശ്വരൻ. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യൂത്തിന്റെ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ഭയങ്കര പ്രശ്നമാണെന്നാണ്. യൂത്തിന്റെ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആണെന്നാണ് പറയുന്നത്. മെന്റൽ ഹെൽത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് ഓഫ് ഇന്ത്യസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള മാസീവ് സ്ക്രീൻ ടൈം, മൊബൈൽ നോക്കിയിരിക്കുക, ഒരു പണിക്ക് പോകാതെ വെറുതെ ഫുൾ ടൈം സെലണ്ടർ ആയിട്ടിരിക്കുക, അൾട്രാ പ്രോസസ് ഫുഡ് കഴിക്കുക, പിസ്സ ബർഗർ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, കൊക്കക്കോള ഇതൊക്കെ കുടിക്കുക, ഇതൊക്കെയാണ് പിന്നെ സൂയിസൈഡൽ തോട്ടുകൾ. ഇന്ത്യൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ ചലഞ്ചാണ് പുള്ളി. മെന്റൽ ഇഷ്യൂസ് ഒരുപാടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ ബെറ്റർ ആയ ഇന്ത്യയുടെ GDP വരെ നന്നാവുമെന്നാണ് പറയുന്നത്. മൂവിംഗ് ഓൺ, ഒക്ടോബർ ഔട്ട്പുട്ട് സ്കെയിൽസ് 4-month ഹൈ. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ഇൻഡസ്ട്രിയിൽ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് എന്താണ് IIP, ഇൻഡസ്ട്രി ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, IIP. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പറയാറുണ്ട്. ഇതൊരു തെർമോമീറ്റർ ആണ്. എന്താണ് IIP എന്ന് പറഞ്ഞാൽ? എന്താ? ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ഊഷ്മാവ് എന്ന് പറയുന്ന പോലെ എത്രയുണ്ട്, ഇതിന് ബെറ്റർ ആണോ, റേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് IIP ഉള്ളത്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ 8 കോർ ഇൻഡസ്ട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയണം. എന്താണ് 8 കോർ ഇൻഡസ്ട്രീസ്? പലപ്പോഴും നമ്മൾ നോക്കാറില്ലേ. ഒന്ന് കോൾ, ക്രൂഡ് ഓയിൽ, പ്രധാനപ്പെട്ട കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതേപോലെ തന്നെ റിഫൈനറി പ്രോഡക്ട്സ്, അതേപോലെ ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ 8 കോർ ഇൻഡസ്ട്രീസ്? അപ്പൊ ഈ ഇൻഡെക്സിൽ വരുന്ന വാല്യൂ, ഇപ്പൊ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് 3.5% ഗ്രോ ചെയ്യുന്നൊക്കെ പറയുന്നു. അടുത്ത മാസം ഇത് കൂടും കുറയാനും ഒക്കെ സംഭവിക്കും. ഈ ഇൻഡെക്സ് ഓർത്ത് വെക്കുക. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 8 കോർ ഇൻഡസ്ട്രീസ്: കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി. കൺസിഡർ ദ ഫോളോയിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ 4 എണ്ണം തന്നാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഈ ഇങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായാലും മാറിക്കൊണ്ടിരിക്കും. ഞാൻ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ സാംസങ് അക്യൂസസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഡീറ്റെയിലിംഗ് എംപ്ലോയീസ് സീസിംഗ് ഡേറ്റ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കഥ ഇത്രയേ ഉള്ളൂ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾക്കറിയാം, ഒരു കാരണവശാലും അൺഫെയർ കോമ്പറ്റീഷൻ പാടില്ല. കോമ്പറ്റീഷൻ എല്ലാം ഫെയർ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഏജൻസിയാണ്. അതിനുവേണ്ടി അവരെ കമ്പനികളുടെ ഇടയിൽ വരുന്ന ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 2 കേസ് നടക്കുന്നുണ്ട്. ഒന്ന് ആമസോണിനെതിരെയും ഫ്ലിപ്കാർട്ടിനെതിരെയും കേസുണ്ട്. ഇവര് അൺഫെയർ കോമ്പറ്റീഷൻ നടത്തിയെന്നാണ് ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും വാദം. കോമ്പറ്റീഷൻ കമ്മീഷൻ പറയുകയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഫെയർ കോമ്പറ്റീഷൻ നടത്തുന്നില്ല, കള്ള കോമ്പറ്റീഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് ആന്റി ട്രസ്റ്റ് പ്രോഗ്രാം, ആന്റി ട്രസ്റ്റ് ഇഷ്യൂസ്. അപ്പോൾ ഫോൾസ് കേസ്, അതായത് ഫോൾസ് ആയിട്ടുള്ള അൺഫെയർ കോമ്പറ്റീഷൻ ആണ് ഇവർ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും ഓഫീസ് റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്തപ്പോൾ ഏറ്റവും സംഭവം എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ വെൻഡേഴ്സും ഇവിടെ ഈ ഏതോ കമ്പനിയിൽ, എനിക്ക് തോന്നുന്നു ആമസോണിന്റെ ആണോ ഫ്ലിപ്കാർട്ടിന്റെ ആണോ, ഈ ഏതോ കമ്പനിയിൽ സാംസങ്ങിന്റെ വർക്കേഴ്സും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് സാംസങ്ങിന്റെ ആൾക്കാരെയും കൂടെ ചേർത്ത് അറസ്റ്റ് ചെയ്തു. അപ്പൊ സാംസങ്ങിന്റെ ആൾക്കാരെയും കൂടെ ചേർത്ത് അറസ്റ്റ് ചെയ്തിട്ട് അവരെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ സാംസങ്ങിനെ ചോദിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ പാർട്ടി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ അതാണ് ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. സാംസങ് വളരെ കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇതിനായിട്ട്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വാർത്ത. ഇത്ര തന്നെ ഉള്ളൂ ഇതിനകത്ത്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് തന്നെ ഉള്ളൂ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടത് NCLAT ആൻഡ് NARCL. NCT നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 2 കമ്പനി A and B, 2 കമ്പനി തമ്മിൽ കേസ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി കമ്പനീസ് ആക്ട് അനുസരിച്ച് കേസ് ഉള്ളതുകൊണ്ട് അവർ ആദ്യം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പോകും, NCLT പോകും. അവിടെ നിന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ NCLAT പോകും, നാഷണൽ കമ്പനി ലോ അപ്പീൽ ട്രിബ്യൂണലിലേക്ക് പോകും. അവിടെ നിന്ന് പ്രശ്നമുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പൊ കമ്പനീസ് ലോ, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത് ബൈജൂസ്, ആകാശിനൊക്കെ കുറിച്ച് ഒരുപാട് കേസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം NCLT, പിന്നെ അത് കഴിഞ്ഞ് NCLAT. അങ്ങനെയാണെങ്കിൽ എന്താണ് NARCL? വാട്ട് ഈസ് NARCL? നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്.
എന്താണ് NARCL? വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ കഥ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബാങ്ക്, ഉദാഹരണത്തിന് ഒരു ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് എന്നൊരു ബാങ്ക്. എക്സിന് ഏകദേശം ഈ മാസം നോക്കുമ്പോൾ 12 ലോണുകളുണ്ട്, NPA ലോണുകളായി. അതായത് 12 ലോണുകൾ തിരിച്ചടച്ചിട്ടില്ല, കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു അളവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ലോണിനെ സ്ട്രെസ്ഡ് അസറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് NPA ആയിട്ട് മാർക്ക് ചെയ്യാം. പൈസ അടയ്ക്കുന്നില്ല, NPA ആയി. അപ്പൊ ഈ NPA ആയി കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ബാങ്കിന് ഇത് ഭയങ്കര നാണക്കേടല്ലേ? അവരുടെ ബാലൻസ് ഷീറ്റിൽ പ്രശ്നമല്ല, ഇതിങ്ങനെ സ്ട്രെസ്ഡ് അസറ്റ് കിടക്കുമ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റിൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ബാഡ് ബാങ്ക് എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത്. വെരി സിമിലർ ടു NARCL. ബാഡ് ബാങ്ക് ആണ്. അപ്പൊ ഈ NARCL നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ NARCL ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് ഈ ലോണ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഈ ലോൺ അവർ വാങ്ങും. സോ ദേ ഗിവ് ദിസ് ലോൺ ടു NARCL. എന്നിട്ട് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യും. അത് ഉത്തരവാദിത്തം ഒഴിഞ്ഞിട്ട് ഡിസ്കൗണ്ടഡ് റേറ്റ് ഇവിടെ എടുക്കുക. എന്നിട്ട് NARCL ഈ പൈസ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പൈസ കുറച്ചു കൊടുത്ത് സെറ്റിൽമെന്റ് നടത്താനോ ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇങ്ങനെയാണ് NPA ടാക്കിൾ ചെയ്യുന്നത്. അപ്പൊ NARCL എന്ന് പറയുമ്പോൾ ഈ ബാഡ് ബാങ്കിന്റെ കോൺസെപ്റ്റും NPA യുടെ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരുന്നാൽ വളരെ നല്ലത്. ഓക്കെ, സോ അതാണ് ഇതിൽ മറ്റു പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്ത ഇന്റർനാഷണൽ റിലേഷൻസ് വാർത്തകൾ നോക്കുമ്പോൾ ട്രംപിനെ പിന്നെയും പേഴ്സൺ ഓഫ് ദി ഇയർ 2ാമത്തെ പ്രാവശ്യം ആക്കിയിരിക്കുകയാണ്. സൊമാലി ഫോഴ്സസ്. സോ യു ഷുഡ് നോ വേർ ഇസ് ദിസ് മൊഗാദിഷു. സൊമാലിയുടെ ക്യാപിറ്റലാണ് മൊഗാദിഷു എന്ന സിറ്റി, ഓർത്തു വെക്കുക. ഇറ്റ്സ് എ ക്യാപിറ്റൽ ഓഫ് സൊമാലിയ, മൊഗാദിഷു. അവിടെ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ജുബലാൻഡ്. വെർ ഇസ് ജുബലാൻഡ്? സൊമാലിയയിൽ ഓർത്തു വെക്കുക. റിമെമ്പർ ദിസ് പ്ലേസസ് കോൾഡ് ജുബലാൻഡ് ആൻഡ് സൊമാലിയ. ഗാസയിൽ പിന്നെയും ഇത്രയും ഭരണം നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ടു ഗിവ് ഫുൾ ഷെൻജൻ ആക്സസ് ടു ബൾഗേറിയ ആൻഡ് റൊമാനിയ. ഓൾറെഡി നമുക്ക് യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അവിടെ നമ്മൾ ഓരോ രാജ്യത്തിലും ഓരോ വിസ ഒന്നും പോയി എടുക്കണ്ട, ഒറ്റയടിക്ക് ഷെൻജൻ വിസ എടുത്താൽ മതി. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരുപാട് യൂറോപ്യൻ രാജ്യത്തിലേക്ക് ഈ വിസ കാണിച്ചാൽ നമുക്ക് ഷെൻജൻ വിസ ഇവിടേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാം, ഒറ്റ വിസ മതി. അത് ആ കൂട്ടത്തിലേക്ക് ബൾഗേറിയ റൊമാനിയയും കൂടെ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് അഗെയിൻ എ മാപ്പ് ചെക്ക്. നമ്മുടെ മാപ്പ് സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട കാര്യം കൂടാണ്. യു ഷുഡ് ലൊക്കേറ്റ് വേർ ബൾഗേറിയ റൊമാനിയ വേൾഡ് മാപ്പിൽ എവിടെയാണ്, അതിന്റെ ബോർഡേഴ്സ് ഏതാണെന്നും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് ഷെൻജൻ വിസ കിട്ടിയ ബൾഗേറിയ റൊമാനിയയിലേക്ക് നിങ്ങൾക്ക് വിസ ഇല്ലാതെ പോവാം എന്നുള്ള ഫാക്ടറാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് യൂൺ ഡിഫൻസ് മാർഷൽ ലോ. സൗത്ത് കൊറിയയിലെ പ്രസിഡന്റ്, സൗത്ത് കൊറിയയിൽ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ മാർഷൽ ലോ ആണ്. ഗവൺമെന്റിനെ മാറ്റിയിട്ട് സൗത്ത് കൊറിയയിലെ മാർഷൽ ലോ, മിലിറ്ററി ആർമിക്ക് പവർ കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലും അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഗവൺമെന്റിനെ മാറ്റി മാർഷൽ ലോ കൊണ്ടുവരാൻ പറ്റും. മാർഷൽ ലോയുടെ പ്രത്യേകത എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പോയി പഠിക്കണം. ഉറപ്പായിട്ടും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നമ്മുടെ ഗവൺമെന്റ് റൂളും മാർഷൽ ലോ, മിലിറ്ററി വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നില്ലേ, അത് ഓർത്ത് വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റു വാർത്ത എന്ന് പറയുന്നത് തായ്വാൻ ഡിറ്റക്ട് 16 ചൈനീസ് വാർഷിപ്പ് അറൌണ്ട് ദി ഐലൻഡ്. ഇവിടെ പ്രധാനപ്പെട്ട കേസാണ്. തായ്വാൻ ഒരു സൈഡിലുണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ ചൈനയുണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ USA ഉണ്ട്. ചൈന പറയുന്നു തായ്വാൻ ഞങ്ങളുടെയാണ്, USA തായ്വാനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. പിന്നെ ബോട്ടം ട്രോളിംഗ് ബൈ ഇന്ത്യൻ ഫിഷർമെൻ മസ്റ്റ് സ്റ്റോപ്പ്, സേ ശ്രീലങ്കാസ് ഫിഷറീസ് മിനിസ്റ്റർ. അവിടുത്തെ ശ്രീലങ്കയിലെ മിനിസ്റ്റർ ആണ് ഇദ്ദേഹം. ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇന്ത്യൻ ഫിഷേഴ്സ് ബോട്ടം ട്രോളിംഗ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ബോട്ടം ട്രോളിംഗ്? അതായത് ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യ ശ്രീലങ്കയും വളരെ ചെറിയ ബോർഡറാണ്. ഇപ്പൊ ഏതാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ ബോർഡർ ആയിരിക്കും. ഇന്ത്യൻ ഷിപ്പുകളും ഇന്ത്യൻ ബോട്ടുകളെല്ലാം ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അറിയാതെ എങ്ങാനും ഇത് കൂടെ എൻ്റർ ചെയ്താൽ, ഈ ഏരിയയിൽ ഇത്രയും എൻ്റർ ചെയ്ത് നമ്മുടെ ബോട്ടുകളെല്ലാം ഇവിടെ കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം, ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശ്രീലങ്കൻ ബോർഡറാണ്, ഇവരെ കംപ്ലീറ്റ്ലി ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാന കേസ് പറയാം, അത് പ്രധാന ഒരു കടലിൽ ഇങ്ങനെ ബോർഡർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ശ്രീലങ്കയുടെ വാട്ടറാണ് അത്, ഇന്റർനാഷണൽ വാട്ടറിന്റെ ശ്രീലങ്കൻ വാട്ടറാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഷിപ്പുകളിൽ പ്രധാനപ്പെട്ട ബോട്ടുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ലെവലിൽ നിൽക്കുമ്പോൾ കടലിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ താഴേക്ക് നമ്മുടെ ഫിഷർമാൻമാര് ബോട്ടം ട്രോളിംഗ് നടത്തുന്നുണ്ട്. സീ ഫ്ലോറിന്റെ ഡെപ്തിലേക്ക് വലയെറിയും, ഇത്രയും താഴേക്ക് ഡെപ്തിലേക്ക് വലയെറിയും. ഈ വലയെറിയും എന്താന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിൽ ഭയങ്കരമായ ക്യാച്ച് കിട്ടും. പക്ഷെ എന്താന്ന് വെച്ചാൽ കോറൽ റീഫും ഓഷ്യൻ ഫ്ലോറും കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ശ്രീലങ്ക മിനിസ്റ്റർ പറയുന്നത് ദേ ആർ ഡിപ്ലീറ്റിംഗ് ദ ഫിഷിംഗ് പോപ്പുലേഷൻ. അപ്പൊ ഇന്ത്യൻ ഫിഷിംഗ് ഫാർമേഴ്സ് എല്ലാവരും കൂടെ ഇങ്ങനെ ബോട്ടം ട്രോളിംഗ് നടത്തിയതിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ ഫിഷ് പോപ്പുലേഷൻ ഇല്ലാതാവുകയാണ്, ഓവർ ഫിഷിംഗ് വരികയാണ്. പിന്നെ ശ്രീലങ്കയുടെ കയ്യിലും മറൈൻ റിസോഴ്സ് ഇല്ല. നിങ്ങളെല്ലാം ഈ ഏരിയയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ എന്താന്ന് വെച്ചാൽ മനുഷ്യന് മാത്രമല്ലേ ഈ ബോർഡർ ഉള്ളൂ. അതിന്റെ അടിയിൽ കൂടെ സഞ്ചരിച്ചു പോകുന്ന മറ്റെന്താ പറയാ, ഷാർക്കിനും വെയിലിനും ഫിഷിനൊന്നും ബോർഡർ ഇല്ല. അവർ ഇതിന്റെ അടിയിൽ കൂടെ ഇവിടെ കൂടെ ഒക്കെ പോകുന്നതാണ്. അപ്പൊ ഇവിടെ മൊത്തം ആൾക്കാരെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രീലങ്കയ്ക്ക് മറൈൻ റിസോഴ്സ് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ബോട്ടം ട്രോളിംഗ്,
So this is also a very important concept regarding India-Sri Lanka relation with respect to the navigation and fishermen issue. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. Okay, so അടുത്ത വാർത്ത ഞാൻ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം. So keep learning. Thank you so much. This is Arjun R. Shankar.